മുഖ്യപ്രഭാഷണം നടത്താൻ ഇവിടെ എത്തിയിരിക്കുന്ന ശ്രീ ധർമ്മരാജ് അനാട്ടിനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളും. പ്രിയമുള്ളവരെ, യുവജന സമിതി പൊതുവായനശാലയുടെ ആഭിമുഖ്യത്തിൽ വിവേകാനന്ദൻ സർഗാത്മക സന്യാസത്തിൻ്റെ ശില്പി എന്ന KS സദാനന്ദൻ എഴുതിയ പുസ്തകത്തിൻ്റെ ആസ്വാദന ചർച്ച സംഘടിപ്പിക്കാനായിട്ട് മുന്നോട്ട് വന്ന യുവജന സമിതി പൊതുവായനശാലയുടെ മുഴുവൻ പ്രവർത്തകരെയും ആദ്യമായി അഭിനന്ദിക്കട്ടെ. ഈ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ശ്രീ മുരളി പെരുന്നെല്ലി 45 വർഷങ്ങൾക്ക് മുമ്പ് ഉള്ള ഞങ്ങളുടെ പരിചയം. കലാസാഹിത്യ രംഗങ്ങളിലൊക്കെ അദ്ദേഹവും ചേർന്ന് പ്രവർത്തിക്കാൻ കിട്ടിയ ചില അവസരങ്ങളെ ഞാൻ ഓർക്കുകയാണ്. ഈ വേദിയിൽ ഗ്രന്ഥകർത്താവുണ്ട് KS സദാനന്ദൻ. അതുപോലെ തന്നെ ഗ്രന്ഥശാലയുടെ പ്രവർത്തകരുണ്ട്, നേതാക്കളുണ്ട്. അതോടൊപ്പം തന്നെ എൻ്റെ പ്രിയ സുഹൃത്തും കൊളീഗും ഒക്കെ ആയിട്ടുള്ള ഡോക്ടർ P. ഉണ്ണികൃഷ്ണനുണ്ട്. മറ്റ് നിരവധി സാമൂഹ്യ, രാഷ്ട്രീയ, സാംസ്കാരിക നേതാക്കളും ഈ പുസ്തക ആസ്വാദന ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നതോടൊപ്പം അതിന് കാരണക്കാരനായ ഗ്രന്ഥകർത്താവ് എനിക്ക് നല്ല പരിചയമുണ്ടെങ്കിലും ഞങ്ങൾ ചേർന്ന് അങ്ങനെ അധികം പ്രവർത്തിച്ചിട്ടില്ല. ഞാൻ കുറച്ച് കാലം തൃശ്ശൂർ കേരളോർമ്മ കോളേജിൽ അധ്യാപകനായിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ആയിരിക്കണം വിവേകാനന്ദൻ ഫസ്റ്റ് ഡിഗ്രിക്ക് ചേരുന്നത് എന്നാണ് എനിക്കെൻ്റെ ഒരു തോന്നൽ. സാഹിത്യ സാംസ്കാരിക രംഗത്തൊക്കെ സജീവ സാന്നിധ്യമാണ് സദാനന്ദൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൽ നിന്നും വിവേകാനന്ദനെ കേന്ദ്രബിന്ദുവാക്കി ഒരു പുസ്തകം
രചിക്കുന്നു എന്നറിയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഒരുപാട് പ്രതീക്ഷകൾ അർപ്പിക്കുക സ്വാഭാവികമാണ്. അത് എത്രത്തോളം സഫലമായിട്ടുണ്ട് എന്നുള്ളത് വായനക്കാരാണ് തീരുമാനിക്കുന്നത്. പുസ്തകം എഴുതി കഴിഞ്ഞാൽ പിന്നെ ഗ്രന്ഥകാരന് വലിയ സ്ഥാനമൊന്നുമില്ല. നമുക്കറിയാം, സ്വാമി വിവേകാനന്ദൻ ഒരു ഐക്കണാണ്, ഒരു പ്രതീകമാണ്. ആ ഐക്കൺ ഇന്ത്യയിൽ അധികാരത്തിലിരിക്കുന്ന ഹിന്ദുത്വ ശക്തികളാണ് ആ ഐക്കണിൻ്റെ മുഖ്യമായ പേറ്റന്റ് അവകാശപ്പെടുന്നത്. അങ്ങനെ പേറ്റന്റ് അവകാശപ്പെടുന്ന വിവേകാനന്ദൻ എന്ന ആ ഐക്കൺ ഹിന്ദുത്വ ശക്തികളിൽ നിന്ന് അടർത്തിയെടുക്കാനുള്ള ശക്തമായ ഇടപെടലാണ് വിവേകാനന്ദൻ സർഗാത്മക സന്യാസത്തിൻ്റെ ശില്പി എന്ന ഗ്രന്ഥത്തിലൂടെ ഗ്രന്ഥകർത്താവ് നിറവേറ്റുന്നത്. ഞാൻ സൂചിപ്പിച്ചതുപോലെ അതിലെ ജയപരാജയങ്ങൾ അപ്രസക്തമാണ്. ആ കർമ്മത്തിനാണ് ഏറ്റവും പ്രാധാന്യം നൽകേണ്ടത്. പ്രത്യേകിച്ചും വർത്തമാനകാല ഇന്ത്യൻ സാഹചര്യത്തെ ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. സമസ്ത തലങ്ങളിലും ഹിന്ദുത്വം എന്ന് പറയുന്ന ഒരു പുതിയ രാഷ്ട്രീയ ആശയം ഇന്ത്യയുടെ സമസ്ത തലങ്ങളിലും, ഗ്രാമാന്തരങ്ങളിൽ, പട്ടണങ്ങളിൽ, മിക്കവാറും എല്ലാ പ്രസ്ഥാനങ്ങളിൽ, ഇതിലൊക്കെ കൃത്യമായ അടയാളം രേഖപ്പെടുത്തി കഴിഞ്ഞിട്ടുള്ള ഒരു അവസ്ഥയിൽ ഇന്ത്യൻ ഭരണാധികാരികൾ ഫാസിസ്റ്റ് രീതിയിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിൽ ഫാസിസ്റ്റ് വിരുദ്ധ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഏറ്റവും ശക്തമായ ഊർജമായി ഈ പുസ്തകം മാറുന്നുണ്ട് എന്നുള്ളത് നിസ്തർക്കമാണ്. നമ്മളിപ്പോൾ റോഡിലിറങ്ങി വിവിധ സംസ്ഥാനങ്ങളിലൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ റോഡരികിൽ മറ്റൊരു ഐക്കൺ നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. സ്വാമി വിവേകാനന്ദനെ പോലെ തലക്കെട്ടും കെട്ടി അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഒരു ഫോട്ടോ പോസ് നമുക്ക് ഇങ്ങനെ ഈ രീതിയിലാണ്. ഈ പോസിൽ ഫോട്ടോയും എടുത്ത് വലിയ ഒരു ചിത്രം നമ്മുടെ മുമ്പിലുണ്ട്. രണ്ടാം നരേന്ദ്രനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടത്തുന്ന മറ്റൊരു രണ്ടാമത്തെ ഒരു ഐക്കൺ. അപ്പോൾ സ്വാമി വിവേകാനന്ദനെ അത്രമാത്രം ഹിന്ദുത്വ ശക്തികൾ ഏറ്റെടുത്തു കഴിഞ്ഞിട്ടുള്ള ഒരു
അവസ്ഥയിലാണ് സദാനന്ദൻ വിവേകാനന്ദൻ്റെ ദാർശനിക നിലപാടുകളിലൂടെ സഞ്ചരിക്കാനായിട്ട് ധൈര്യപ്പെടുന്നത് എന്ന് തന്നെയാണ് ഞാൻ പ്രയോഗിക്കുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ കൃതി നിർവഹിച്ചിരിക്കുന്നത് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ സ്വാമി വിവേകാനന്ദൻ എന്ന ആ ഐക്കണ് ഫാസിസ്റ്റ് ശക്തികളിൽ നിന്നും പിടിച്ചു വാങ്ങുക, അങ്ങനെ പിടിച്ചു വാങ്ങി ജാതി വിരുദ്ധ, വർഗീയ വിരുദ്ധ, ഫാസിസ്റ്റ് വിരുദ്ധ സമര പോരാട്ടങ്ങൾക്ക് ശക്തി പകരുന്ന ഒരു ഊർജ സ്രോതസ്സായി സ്വാമി വിവേകാനന്ദനെ കണ്ടെത്തുക എന്ന ആ ദൗത്യം നിറവേറ്റുമ്പോൾ തീർച്ചയായിട്ടും വിവേകാനന്ദൻ തന്നെ തൻ്റെ കൃതികളിൽ പലപ്പോഴും പ്രയോഗിക്കുന്ന വ്യാഘ്രതുല്യമായ, സിംഹതുല്യമായ ഒരു ആത്മധൈര്യം പ്രകടിപ്പിക്കേണ്ടതുണ്ട്. അത് തീർച്ചയായും സദാനന്ദൻ ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. എന്തുകൊണ്ടാണ് സ്വാമി വിവേകാനന്ദൻ ഹിന്ദുത്വത്തിൻ്റെ ഐക്കണായിട്ട് മാറുന്നത് എന്നത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു ഫാസിസ്റ്റ് ശക്തികൾക്ക് ഊർജം പകരുന്ന ഒരുപാട് ഘടകങ്ങൾ സ്വാമി വിവേകാനന്ദ ദർശനത്തിൻ്റെ അന്തർധാരയായി വർത്തിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. താനൊരു ഹിന്ദുവാണ് എന്ന് സ്വാമി വിവേകാനന്ദൻ അഭിമാനത്തോടു കൂടി പറയുന്നുണ്ട്. സ്വാമി വിവേകാനന്ദൻ ബ്രാഹ്മണിസം എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം സാമൂഹ്യ വ്യവസ്ഥയെ അദ്ദേഹത്തിൻ്റെ സ്വപ്നത്തിൽ അദ്ദേഹം രൂപപ്പെടുത്തുന്ന രാഷ്ട്രത്തിൻ്റെ അടിത്തറയായിട്ടും അദ്ദേഹം കാണുന്നുണ്ട്. ബ്രാഹ്മണസത്തിൻ്റെ ഒരു ആരാധനാമൂർത്തിയാണ് സ്വാമി വിവേകാനന്ദൻ. മതവും ഈശ്വരനും ആത്മീയതയും വിവേകാനന്ദ ദർശനത്തിൻ്റെ കേന്ദ്ര സ്ഥാനത്ത് വർത്തിക്കുന്ന ഘടകങ്ങളാണ്. മാത്രമല്ല, സ്വാമി വിവേകാനന്ദൻ തൻ്റെ കൃതിയിൽ അതിരൂഢമായി പുരോഹിത മേധാവിത്വത്തെ, പുരോഹിതന്മാരുടെ കൈക്രിയകളെ അതിനിശ്ചിതമായി വിമർശിക്കുന്ന ഒരു വ്യക്തിയാണ്. പുരോഹിതന്മാരുടെ കൊടൂര നിലപാടുകൾ, ആ നിലപാടുകളാണ് ഇന്ത്യയെ അധപ്പതിപ്പിച്ചത് എന്ന് പോലും പറയാനുള്ള ചങ്കൂറ്റം അദ്ദേഹം കാണിച്ചിട്ടുണ്ട്. പക്ഷേ ചാതുർവർണ്ണ്യം എന്ന് പറയപ്പെടുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥിതി, അതിനെയാണ് നമ്മൾ ഇന്ത്യൻ ഫ്യൂഡലിസം എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യൻ ഫ്യൂഡലിസം എന്ന് പറയുന്ന ആ ചാതുർവർണ്ണ്യ വ്യവസ്ഥിതിയെ ബ്രാഹ്മണ മേധാവിത്വം, ബ്രാഹ്മണൻ മാത്രമല്ല ത്രൈവർണികരുടെ, ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യന്മാരുടെ
അവരുടെ ആധിപത്യത്തെ, ആ ആധിപത്യമാണ് ബ്രാഹ്മണർക്ക് ഇത്തരത്തിലുള്ള ഒരു അധികാരം നൽകിയത് എന്നത് വസ്തുതയായി അവശേഷിക്കുമ്പോൾ പോലും ചാതുർവർണ്ണത്തെ തള്ളി പറയാനായിട്ട് സ്വാമി വിവേകാനന്ദൻ തയ്യാറായിട്ടില്ല. ഈ ഘടകങ്ങൾ, ഇത് മാത്രമല്ല മറ്റു നിരവധി ഘടകങ്ങളെ നമുക്ക് കണ്ടെത്താൻ കഴിയും. മുഖ്യമായിട്ടും ഇത്തരം ഘടകങ്ങൾ ഹിന്ദുത്വം എന്ന് പറയുന്ന സവർക്കർ മുന്നോട്ട് വെച്ച പുതിയ രാഷ്ട്രീയ ആശയം, ആ ആശയത്തെ ശക്തിപ്പെടുത്തുന്നതിൽ നിർണായകമായ പങ്ക് വഹിക്കുന്ന ചില ആശയ സംഹിതകളാണ്. അതുമാത്രമല്ല, സ്വാമി വിവേകാനന്ദൻ്റെ സമ്പൂർണ്ണ കൃതികൾ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് പുറനാട്ടുകര ശ്രീരാമകൃഷ്ണ ഗുരുകുല വിദ്യാമന്ദിരത്തിൻ്റെ അതിൻ്റെ ആശ്രമവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രസിദ്ധീകരണ വിഭാഗമാണ്, നമുക്കറിയാം. എസ് ഗുപ്തൻ നായരെ പോലെയുള്ള, കുട്ടികൃഷ്ണമാരാരെ പോലെയുള്ള പ്രഗത്ഭരായ സാംസ്കാരിക നായകന്മാരാണ് അത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യാനായിട്ട് നേതൃത്വം കൊടുത്തത്. അങ്ങനെ സ്വാമി വിവേകാനന്ദൻ്റെ സമ്പൂർണ്ണ കൃതികൾ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യുവാനായിട്ട് സഹകരിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ കുട്ടികൃഷ്ണമാരാർ ഇവിടുത്തെ രേഖപ്പെടുത്തിയിട്ടുള്ളത്, കുട്ടികൃഷ്ണമാരാരെ കുറിച്ച് ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. വാത്മീകിയുടെ രാമൻ എന്ന് പറയുന്ന യുക്തിഭദ്രമായ മനോഹരമായ ഒരു വിമർശന പഠനം രാമായണത്തെ അധികരിച്ചുകൊണ്ട് എഴുതി പ്രസിദ്ധീകരിച്ച് പ്രസിദ്ധനായ ഒരു വ്യക്തി കൂടിയാണ് കുട്ടികൃഷ്ണമാരാർ. തികഞ്ഞ യുക്തിവാദി, തികഞ്ഞ നിരീശ്വരവാദി. അപ്പോൾ തികഞ്ഞ യുക്തിവാദിയും നിരീശ്വരവാദിയും ഒക്കെ ആയിരുന്ന വാത്മീകിയുടെ രാമൻ എന്ന പ്രസിദ്ധമായ ലേഖനം എഴുതിയ കുട്ടികൃഷ്ണമാരാരും സ്വാമി വിവേകാനന്ദൻ്റെ സമ്പൂർണ്ണ കൃതികളുടെ മലയാള തർജ്ജമയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചതിൻ്റെ പരിണിത ഫലം എന്ന് പറയുന്നത് അദ്ദേഹം യുക്തിവാദവും നിരീശ്വരവാദവും ഉപേക്ഷിച്ചു എന്നുള്ളതാണ്. അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. അത്രമാത്രം സ്വാധീനം മാരാരുടെ ഹൃദയത്തിലേക്ക് സന്നിവേശിപ്പിക്കാൻ വിവേകാനന്ദന്റെ സ്വാധീനമല്ല, മറിച്ച് ഇന്ത്യൻ ആത്മീയതയുടെ, ശേശ്വരവാദത്തിൻ്റെ, ആസ്തിക്യവാദത്തിൻ്റെ, അതിൻ്റെയൊക്കെ അനുരണനങ്ങൾ അത്രമാത്രം ശക്തിയോടുകൂടി മാരാരിലേക്കും സമൂഹത്തിലേക്കും വ്യാപിപ്പിക്കാനുള്ള കരുത്ത് സ്വാമി വിവേകാനന്ദൻ്റെ കൃതികൾക്കുണ്ടായിരുന്നു എന്നാണ് അത് സൂചിപ്പിക്കുന്നത്. മാരാർ മാത്രമല്ല, നിങ്ങൾ കേട്ടിരിക്കും ആഗമാനന്ദ സ്വാമികൾ. ആഗമാനന്ദ സ്വാമികളും കേരള നവോത്ഥാനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ മുന്നോട്ട് വരുന്ന ഒരു നാമധേയമാണ് ആഗമാനന്ദ സ്വാമികൾ. കാലടിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തന കേന്ദ്രമെന്ന് പറയുന്നത്. ചരിത്രത്തിൻ്റെ ഓരങ്ങളിലേക്ക് തള്ളിമാറ്റപ്പെട്ട അവശവിഭാഗങ്ങളെ, ജാതീയമായി ചരിത്രത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട ജനവിഭാഗങ്ങളെ അവർക്ക് വേണ്ടി വിദ്യാഭ്യാസം കൊടുക്കുന്നതിന് ഭിക്ഷയാചിച്ചുകൊണ്ട് പള്ളിക്കൂടം, കോളേജ് ഇതൊക്കെ സ്ഥാപിക്കാനായിട്ട് മുന്നോട്ട് വന്ന ഈ SC/ST വിഭാഗമെന്ന് നമ്മൾ ഇന്ന് പറയുന്ന, അന്നത്തെ ഇവിടെ സൂചിപ്പിച്ചല്ലോ, തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽപ്പെട്ടാലോ ദോഷമുള്ളവർ എന്ന് പറയപ്പെടുന്ന ആ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരെ, അവരെ മനുഷ്യരായിട്ട് പോലും പരിഗണിക്കാനായിട്ട് ഉള്ള ആർജവം കാണിക്കാത്ത സമൂഹത്തിൻ്റെ മുമ്പിൽ അവരെ വിളിച്ചു വരുത്തി സൗജന്യമായ താമസം ഒരുക്കി അതിനുവേണ്ടി ഭിക്ഷയെടുത്ത് അവരിലേക്ക് അറിവിൻ്റെ കിരണങ്ങളെ വാരി വിതറാനായിട്ട് പരിശ്രമിച്ച
ആഗമാനന്ദ സ്വാമികൾ അദ്ദേഹം തുടക്കമിട്ടത് ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗിയുടെ ദർശനവുമായി ബന്ധപ്പെട്ടാണ്. ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗിയെക്കുറിച്ച് ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കേരളീയ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ എല്ലാ തലത്തിലും ഒറ്റപ്പെട്ടു നിൽക്കുന്ന വ്യതിരിക്തനായ ഒരു സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗി. വിഗ്രഹാരാധന ഖണ്ഡനം എന്ന് പറയുന്ന പ്രസിദ്ധമായ ഒരു കൃതി, അതിലൂടെ ക്ഷേത്രങ്ങളിൽ പോയി ആരാധിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്, യജ്ഞപൂജാദികൾ നിർവഹിക്കുന്നത് ഇതൊക്കെ വ്യർത്ഥമാണ് എന്ന് സയുക്തികം വിളിച്ചു പറഞ്ഞ ഒരു വ്യക്തിയാണ് ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗി. അദ്ദേഹത്തിൻ്റെ ദർശനങ്ങളിൽ ആകൃഷ്ടനായി പൊതുപ്രവർത്തനം ആരംഭിച്ച ആഗമാനന്ദ സ്വാമികൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് സ്വാമി വിവേകാനന്ദൻ്റെ എൻ്റെ ഗുരുനാഥൻ എന്ന പുസ്തകം വായിച്ചതോടുകൂടി എന്നിൽ വല്ലാത്ത മാറ്റമുണ്ടായി, ഞാൻ അടിമുടി മാറി എന്നുള്ളതാണ്. ഇതുപോലെയുള്ള ഒരുപാട് ഉദാഹരണങ്ങൾ ഒരു പട്ട് കാണിക്കാനായിട്ട് കഴിയും. നമ്മൾ അറിയാതെ നമ്മുടെ മനസ്സ് പിടിച്ചെടുക്കാനുള്ള എന്തോ ഒരു മാസ്മരികമായ ഒരു അവസ്ഥാവിശേഷം ഇത്തരം കൃതികളിലൂടെ, സ്വാമി വിവേകാനന്ദൻ്റെ കൃതികളിലൂടെ അതിൻ്റെ അന്തർധാരയായിട്ട് ഒഴുകുന്നു എന്നുള്ളത് സ്വാമി വിവേകാനന്ദനെ പഠിക്കുമ്പോൾ, സ്വാമി വിവേകാനന്ദൻ്റെ സാഹിത്യ ലോകത്തിലേക്ക് കടക്കുമ്പോൾ നമുക്ക് ചെറുതല്ലാത്ത മുന്നറിയിപ്പ് നൽകുന്നുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സ്വാമി വിവേകാനന്ദനെ നവോത്ഥാന നായകനായിട്ട് പരിഗണിക്കാനായിട്ട് കഴിയുമോ എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ്. വിവേകാനന്ദൻ സർഗാത്മക സന്യാസത്തിൻ്റെ ശില്പി എന്ന ഈ പ്രശസ്തമായ കൃതിയിൽ അതിൻ്റെ ഗ്രന്ഥകർത്താവ് KS സദാനന്ദൻ വിവേകാനന്ദൻ നവോത്ഥാന നായകനായിരുന്നു എന്ന് പരാമർശിക്കുന്നില്ല. ഈ കൃതി വായിച്ചു തീരുമ്പോൾ എനിക്ക് തോന്നിയത് സ്വാമി വിവേകാനന്ദൻ നവോത്ഥാന നായകനായിരുന്നില്ല എന്നത് തന്നെയാണ്. വ്യത്യസ്തമായ വായനാനുഭവം ഉണ്ടായേക്കാം. എന്താണ് നവോത്ഥാന എന്നതിൻ്റെ ആ ആശയത്തിൻ്റെ അടരുകൾ എന്നത് പരിശോധിച്ചാൽ അത് കൂടുതൽ വ്യക്തമാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നവോത്ഥാന പ്രസ്ഥാനം ആരംഭിക്കുന്നത് 11-13 നൂറ്റാണ്ടുകളിൽ യൂറോപ്പിലാണ്. ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അതിന് പശ്ചാത്തലമായി വർത്തിക്കുന്നത് ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ അത്ഭുതകരമായ വളർച്ചയാണ്. ആ വളർച്ചയുടെ ഫലമായി ഉണ്ടായ വ്യാവസായിക വിപ്ലവമാണ് മനുഷ്യനുമായി ബന്ധപ്പെട്ട സമസ്ത തലങ്ങളിലും പുതിയൊരു ഉണർവ് രൂപപ്പെടുന്നതും അതിശക്തമായ കാറ്റായി അത് യൂറോപ്പിൽ ആകമാനം അലയടിക്കുന്നതും. അതിൽ മതനവീകരണം ഒരു പ്രധാന ഘടകമാണ്. ഒരുപക്ഷെ ഏറ്റവും അടിയിൽ കിടക്കുന്നത് മതനവീകരണമായിരിക്കാം. അതിൽ നിന്നും തുടങ്ങി അതുവരെ ചരിത്രത്തിന്റെ മുഖ്യധാരയിൽ ഇല്ലാതിരുന്ന യുക്തിബോധത്തെ, യുക്തിചിന്തയെ മനുഷ്യ ചരിത്രത്തിന്റെ രാജവീതിയിലേക്ക് ആനയിക്കുകയും അതിലൂടെ ആധുനികീകരണം എന്ന് പറയുന്ന ഒരു പ്രക്രിയയ്ക്ക് തുടക്കമിടുകയും സ്വാഭാവികമായും ദൈവത്തിന്റെ മരണം പ്രഖ്യാപിക്കുകയും ആ സ്ഥാനത്ത് മനുഷ്യനെ പ്രതിഷ്ഠിക്കുകയും ചെയ്തുകൊണ്ടാണ്
നവോത്ഥാന പ്രസ്ഥാനം ലോകമെമ്പാടും ആളിപ്പടർന്നത്. മനുഷ്യനാണ് പരമപ്രധാനം. ശ്രീനാരായണ ഗുരുവിൻ്റെ മുദ്രാവാക്യ പോലെയുള്ള ആദർശങ്ങൾ ഞാൻ ഉദ്ധരിക്കുന്നില്ല, നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. മനുഷ്യനാണ് പരമപ്രധാനം. മനുഷ്യൻ നന്നായാൽ ഈ പ്രപഞ്ചമാകമാനം നന്നാകുമെന്നുള്ള സിദ്ധാന്തം. അതുവരെ അങ്ങനെ ആയിരുന്നില്ല. ഇന്ത്യയിലെ ചാതുർവർണ്ണ വ്യവസ്ഥിതിയും ലോകമെമ്പാടുമുള്ള ഫ്യൂഡൽ സാമൂഹ്യ സാഹചര്യവും ആ മൂല്യബോധവും നമ്മോട് പറഞ്ഞത് മനുഷ്യൻ നിസ്സാരനാണ് എന്നുള്ളതാണ്. നളിനി ദളഗത ജലമതി തരളം തദ്വജ്ജീവിതം അതിശയ ചപലം, ശങ്കരാചാര്യൻ. സ്ത്രീകൾ അവരുടെ, സാധാരണ സ്ത്രീകളല്ല, മതോന്മത്തരായ സ്ത്രീകൾ അവരുടെ അംഗവിക്ഷേപം പോലെ അത്രയും ക്ഷണികമാണ് മനുഷ്യ ജീവിതം. അപ്പോൾ മനുഷ്യന് വളരെ നിസ്സാരനാണ്. മനുഷ്യന് കരു മാത്രമാണ്. ഈശ്വരൻ്റെ എന്താ പറയാ, ചതുരംഗ എന്താ പറയാ, കളം. ആ കളത്തിലെ വെറും കരുക്കൾ മാത്രമാണ്. എങ്ങനെ ചലിക്കണമെന്നോ എങ്ങനെ ചരിക്കണമെന്നോ ഈശ്വരൻ നിശ്ചയിച്ചിരിക്കുന്നു. അത് പൂർവ്വനിശ്ചിതമാണ്. ആ നിശ്ചിതമായ ഈശ്വരേച്ഛയുടെ നീക്കങ്ങൾക്കനുസരിച്ച് നീങ്ങുക എന്നതല്ലാതെ ചരിത്രത്തിൻ്റെ വികാസഗതിയിൽ തൻ്റെതായ ദൗത്യം, തൻ്റെതായ അടയാളം അത് രേഖപ്പെടുത്തുന്നതിന് ഒരു അവകാശവുമില്ലാത്ത നിസ്സാരനായ ഒരു കൃമി, കീടം എന്ന രീതിയിൽ മാത്രം പരിഗണിക്കപ്പെട്ട മനുഷ്യന്, മാൻ മേക്സ് ഹിംസെൽഫ്, മനുഷ്യൻ സ്വയം നിർമ്മിക്കുന്നു. അവൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച്, അവൻ്റെ സ്വപ്നത്തിനനുസരിച്ച്, അവൻ്റെ ജീവിതത്തെ മാത്രമല്ല ഈ പ്രപഞ്ചത്തെ ആകമാനം മാറ്റി തീർക്കാനുള്ള കരുത്ത്, ആ കരുത്തുള്ളവനാണ് മനുഷ്യൻ, അവൻ്റെ അധ്വാനം എന്ന പുതിയ സിദ്ധാന്തം. ആ സിദ്ധാന്തം രേഖപ്പെടുത്തിക്കൊണ്ടാണ്, ഉറപ്പിച്ചുകൊണ്ടാണ് നവോത്ഥാന പ്രസ്ഥാനം ലോകമെമ്പാടും പരന്ന് പ്രചരിച്ചത്. സ്വാമി വിവേകാനന്ദൻ ഈ പറഞ്ഞ ആശയങ്ങളെ അദ്ദേഹത്തിൻ്റെ വിചാരധാരയിലേക്ക് എത്രമാത്രം ആവാഹിച്ചിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു വിഷയമാണ്. ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. പക്ഷേ ഇതിൽ പ്രധാനപ്പെട്ട ഏറ്റവും അടിയിൽ കിടക്കുന്ന മതനവീകരണം എന്ന ആശയത്തെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് സ്വാമി വിവേകാനന്ദൻ തൻ്റെ ജീവിതകാലത്ത് പരിശ്രമിച്ചത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അവിടെയും ഭിന്നാഭിപ്രായങ്ങൾക്ക് സാധ്യതയുണ്ട്. എന്താണ് മതനവീകരണം എന്ന് പറഞ്ഞാൽ? ആധുനികമായ ജീവിത മൂല്യങ്ങൾക്കും യുക്തിവിചാരത്തിനും ശാസ്ത്രബോധത്തിനും ഉപയുക്തമായ രീതിയിൽ മതത്തെ പുനർസംവിധാനം ചെയ്യുക എന്നുള്ളതാണ് അവസാന വിശകലനത്തിൽ മതനവീകരണം ലക്ഷ്യമാക്കുന്നത്. മാറ്റുവിൻ ചട്ടങ്ങളെ, അല്ലെങ്കിൽ അത് നിങ്ങളെ മാറ്റും എന്ന് കവി പാടിയതുപോലെ, ആശാൻ പാടിയതുപോലെ, അങ്ങനെ മാറിയില്ലെങ്കിൽ കാലത്തിനനുസരിച്ചുള്ള മാറ്റം അത് സംഭവിച്ചില്ലെങ്കിൽ മതപരമായ ആശയങ്ങൾ അത് മണ്ണിൽ നിന്ന് തന്നെ അപ്രത്യക്ഷമാകുമെന്ന ആ ദുരന്തം സംഭവിക്കാതിരിക്കാൻ കാലഘട്ടത്തിനനുസരിച്ചുള്ള പേച്ച് വർക്ക്, അല്ലേ, അങ്ങനെ പറയാം, പാച്ച് വർക്ക് അങ്ങനെയൊക്കെ പറയുന്ന വരുന്നുണ്ടല്ലോ. ചില ഇതെല്ലാം അങ്ങനെ
തകർന്ന് തരിപ്പണമാകാൻ പോകുന്നതിന് മുമ്പ് അതിനെ നമ്മളൊന്നും കൂടി ഒന്ന് മിനുക്കുക. ആ മിനുക്കൽ നിർവഹിച്ചില്ലെങ്കിൽ അത്തരം ആശയങ്ങൾക്ക് നിലനിൽക്കാനായിട്ട് ആവില്ല എന്നൊരു ഘട്ടം വരുമ്പോൾ കാലത്തിനനുസരിച്ച് സ്വയം മാറുക, അല്ലെങ്കിൽ അത് നിങ്ങളെ തന്നെ മാറ്റിമറിക്കും, നിങ്ങളെ തന്നെ നിഷ്പ്രഭമാക്കും എന്ന മുന്നറിയിപ്പ്. ആ മുന്നറിയിപ്പാണ് മതനവീകരണത്തിന് ശക്തി പകരുന്നത്. അതിലൂടെ മതങ്ങളുടെ നിലനിൽപ്പ് കുറെ കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ മതശക്തികൾക്ക് കഴിയുന്നു എന്നർത്ഥം. ആ കഴിവുണ്ടാക്കുക എന്നുള്ളതാണ് മതനവീകരണം ലക്ഷ്യമാക്കുന്നത്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, നിലനിൽക്കുന്ന ആ സാമൂഹ്യ സാഹചര്യത്തെ, ആ സംവിധാനത്തെ കുറെ കൂടി മുന്നോട്ട് പോകാനായിട്ട് ഇടവരുത്തുന്ന രീതിയിൽ സ്വയം പരിപക്വമാകാൻ ഇത്തരം പ്രസ്ഥാനങ്ങളെ സഹായിക്കുക. അതിന് ടെക്നോളജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആശയങ്ങളെ അടക്കം സ്വീകരിക്കുക, ശാസ്ത്ര സാങ്കേതിക വിദ്യയെ ഫലപ്രദമായി വിനിയോഗിക്കുക, ഇതൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയും. ഇതൊന്നും ഒരുപാട് ഉദാഹരണങ്ങൾ പറഞ്ഞ് ചൂണ്ടിക്കാണിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ മുമ്പിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ആൾദൈവങ്ങളുടെ ചരിത്രം, അവരുടെ പ്രവർത്തന രീതി പഠിച്ചാൽ തന്നെ നമുക്ക് അത് ബോധ്യപ്പെടുന്നതാണ്. ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ എല്ലാ ആധുനികമായ സംവിധാനങ്ങളെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് അവരുടെ അന്ധവിശ്വാസപരമായിട്ടുള്ള അനാചാരങ്ങളും അതുപോലെയുള്ള മൂല്യങ്ങളും ജനമധ്യത്തിലേക്ക് അവർ എറിഞ്ഞു കൊടുക്കുന്നത്. ചിന്മയാനന്ദ സ്വാമികളുടെ ഗീതാ പ്രഭാഷണം ആരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇത് ഓർക്കാവുന്നതാണ്. സാധാരണക്കാരല്ല, മനുഷ്യവിരുദ്ധമായ ഇത്തരം ആശയങ്ങളാണ് ശാസ്ത്രീയമായ ചിന്തകളുടെ സേവനം ഫലപ്രദമായി ഉപയോഗിക്കുന്നത് എന്നർത്ഥം. സ്വാമി വിവേകാനന്ദൻ മതനവീകരണ പ്രക്രിയയിൽ ആ കാലത്ത് ലഭ്യമായ ഒരുപാട് ആശയങ്ങളെ ഉൾച്ചേർത്തുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ ഈ മതനവീകരണ ആശയങ്ങൾക്ക് രൂപം കൊടുത്തത്. അതുകൊണ്ട് തന്നെ അത് ആ കാലഘട്ടത്തിൻ്റെ ശബ്ദമായി തോന്നിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നർത്ഥം. ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് വിവേകാനന്ദൻ സർഗാത്മക സന്യാസത്തിൻ്റെ ശില്പി എന്ന പുസ്തകത്തെ വായിക്കുവാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. പുസ്തകം 6 അധ്യായങ്ങളിലായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. മനോഹരമായ പ്രൊഡക്ഷനാണ്. ഇങ്ങനെയാണ് പുസ്തകം തയ്യാറാക്കേണ്ടത്. വിവേകാനന്ദൻ എന്ന സന്യാസി എന്നതാണ് 1-ാമത്തെ അധ്യായം. അതിന് 10 ഖണ്ഡങ്ങളുണ്ട്. സന്യാസ സത്യത്തിലേക്കുള്ള ഘട്ടങ്ങൾ എന്നതാണ് 2-ാമത്തെ അധ്യായം. അതിനും 10 ഖണ്ഡങ്ങളുണ്ട്. വിവേകാനന്ദ ദർശനത്തിലെ ആത്മീയ മാനവികത എന്ന 3-ാം അധ്യായത്തിന് 3 ഖണ്ഡങ്ങളാണുള്ളത്. എന്താണ് മതം, വിവേകാനന്ദൻ പറയട്ടെ എന്ന 4-ാം അധ്യായത്തിന് 15 ഖണ്ഡങ്ങളുണ്ട്. സർഗാത്മക സന്യാസവും വിവേകാനന്ദനും എന്ന 5-ാമത്തെ അധ്യായം, അതിന് 13 ഖണ്ഡങ്ങളുണ്ട്. വിവേകാനന്ദ ചിന്തയിലെ മാതൃക രാഷ്ട്രസങ്കല്പം എന്ന അവസാന അധ്യായത്തിന് 8 ഖണ്ഡങ്ങൾ. ഓരോ അധ്യായത്തെയും വ്യത്യസ്ത ഖണ്ഡങ്ങളായി തിരിച്ചിരിക്കുന്നത് ഓരോ ഖണ്ഡവും ചർച്ച ചെയ്യുന്നത് വ്യത്യസ്തമായ ആ മുഖ്യ വിഷയവുമായി ബന്ധപ്പെട്ട അതിനെ പിന്താകുന്ന, അതിന് ശക്തി പകരുന്ന മറ്റ് കാര്യങ്ങൾ ആണ് എന്നത് നാം തിരിച്ചറിയേണ്ടത്. അതുകൊണ്ട് തന്നെ
ഓരോ അധ്യായവും വളരെ ശക്തമായ രീതിയിൽ എന്താണോ ഗ്രന്ഥകാരൻ ഉദ്ദേശിച്ചത് അത് വ്യക്തമായി പ്രതിഫലിക്കുന്ന രീതിയിൽ ആലേഖനം ചെയ്യാൻ ഗ്രന്ഥകാരൻ വളരെയധികം ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് കഴിയുന്നത്ര വിവേകാനന്ദൻ്റെ വാക്കുകളിലൂടെ തന്നെ വിശദീകരിക്കുക എന്ന നയമാണ് അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത്. മുഖ്യ പുസ്തകത്തിൻ്റെ 1-ാമത്തെ അധ്യായത്തിൽ സന്യാസി എന്ന നിലയിൽ മുഖ്യധാര മതപാരമ്പര്യത്തിൽ വർത്തിക്കുമ്പോഴും സ്വാമി വിവേകാനന്ദൻ നിലയുറപ്പിച്ചിട്ടുള്ളത് ഇന്ത്യയുടെ പരമ്പരാഗതമായി ലഭ്യമായിട്ടുള്ള ആ മതപാരമ്പര്യത്തിൽ തന്നെയാണ്. അങ്ങനെ നിലയുറപ്പിക്കുമ്പോഴും അതിൽ നിന്നും വ്യത്യസ്തമായി പല നിലപാടുകളെയും കൂട്ടിച്ചേർക്കാൻ, അങ്ങനെ കൂട്ടിച്ചേർക്കേണ്ടി വരുന്നത് ഞാൻ മുമ്പ് സൂചിപ്പിച്ചു. ആ കാലഘട്ടത്തിലെ പുതിയ ആശയങ്ങൾ, പുതിയ ചിന്തകൾ, പുതിയ ദൗത്യം, പുതിയ കർമ്മങ്ങൾ, അത് ഏതൊക്കെയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ പഴയ പാരമ്പര്യത്തിലേക്ക് അവയെ വളരെ തന്മയത്വത്തോടുകൂടി ഇട്ടകലർത്തിക്കൊണ്ടാണ് അദ്ദേഹം തൻ്റെ നിലപാടുകളെ വിശദമാക്കുന്നത്. ആ തെന്നി മാറൽ, പാരമ്പര്യത്തിൽ നിന്നുള്ള തെന്നി മാറൽ സ്വാമി വിവേകാനന്ദൻ്റെ ജീവിതത്തിലെ ചില അനുഭവങ്ങളെ മുൻനിർത്തിക്കൊണ്ടാണ് 1-ാമത്തെ അധ്യായത്തിൽ ഗ്രന്ഥകാരൻ അത് വിശദീകരിക്കാനായിട്ട് ശ്രമിക്കുന്നത്. ജാതി കുല ഗോത്രാദികളായ ദ്വന്ദ്വഭാവത്തെയും ഭേദഭാവനയെയെല്ലാം അതിക്രമിക്കാനുള്ള കരുത്ത് ഒരു സന്യാസിക്ക് ഉണ്ടായിരിക്കണം, ഒരു സന്യാസി കരസ്ഥമാക്കണം എന്നാണ് ഈ അധ്യായത്തിലൂടെ ഗ്രന്ഥകാരൻ വിശദീകരിക്കുന്നത്. ഹൃദയം നിറയെ ആർദ്രതയും അനന്തമായ ഉദാരതയും അതിരറ്റ കാരുണ്യവും സന്യാസിക്ക് ഉണ്ടായിരിക്കണം. ഇതൊന്നും ആ കാലത്തെ സന്യാസി ശ്രേഷ്ഠന്മാർക്ക് ഉണ്ടായിരുന്നില്ല എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ശങ്കരാചാര്യർ തന്നെ ഒരു ഉദാഹരണമാണ്. ശങ്കരാചാര്യരെക്കുറിച്ച് അതിരൂക്ഷമായ ഭാഷയിൽ സ്വാമി വിവേകാനന്ദൻ പ്രതികരിക്കുന്നുണ്ട്. ബുദ്ധിശക്തിയിൽ കെങ്കേമൻ, പക്ഷേ ഹൃദയവിശാലത വട്ടപൂജ്യമാണ്. ഹൃദയവിശാലതയാണ് പുതിയ കാലത്ത് ഒരു സന്യാസിക്ക് ഉണ്ടാകേണ്ടത്, ബുദ്ധികൂർമ്മതയല്ല എന്ന് തിരിച്ചറിയാനുള്ള ആർജവം സ്വാമി വിവേകാനന്ദനുണ്ടായിരുന്നു. ശങ്കരാചാര്യർക്ക് ഇല്ലാതെ പോയതും അത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ശങ്കരാചാര്യർ നിരവധി സ്തോത്രകാവ്യങ്ങൾ എഴുതിയിട്ടുണ്ട് എന്ന് നമുക്കറിയാം. നിരവധി സ്തോത്രകാവ്യങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിലും അനുകമ്പാദശകം പോലെയുള്ള ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രസിദ്ധമായ കൃതി, അനുകമ്പാദശകം പോലെയുള്ള ഒരു കൃതി എഴുതുക ശങ്കരാചാര്യർക്ക് അസാധ്യമാണ്. കാരണം അദ്ദേഹത്തിൻ്റെ മനസ്സ് അത്രയും ആർദ്രമല്ല. നിയമങ്ങൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ അതേപോലെ അണുഗണ വ്യത്യാസമില്ലാതെ അനുഷ്ഠിക്കണം എന്ന് ശഠിക്കുന്നവനായിരുന്നു ശങ്കരാചാര്യർ, അല്ലേ? വളരെ പ്രസിദ്ധമായ അദ്ദേഹത്തിൻ്റെ തന്നെ മനീഷ പഞ്ചകം നമ്മുടെ ഓർമ്മയിലേക്ക് കടന്നു വരണം. അദ്വൈതമെന്ന പരമമായ ആ അവസ്ഥയെ സാക്ഷാത്കരിച്ചുകൊണ്ട് സഞ്ചരിക്കുന്ന വേളയിലാണ് കാശിയിൽ വെച്ച് ഒരു ചണ്ടാളനും കുടുംബവും കടന്നു വരുന്നത്. നായ്ക്കളും പട്ടികളൊക്കെ കൂടി ഒരു വലിയ ഒരു സമൂഹം കടന്നു വരുന്നത്. ശങ്കരാചാര്യരുടെ ആ ചണ്ടാളനുമായിട്ടുള്ള സംഭാഷണം ഞാൻ വിശദീകരിക്കേണ്ട. വഴി മാറടാ,
ആരോടാണ്? ഈ ദേഹമാണോ മാറേണ്ടത്, ആത്മാവാണോ മാറേണ്ടത് എന്നാണ് മറു ചോദ്യം. അങ്ങനെയാണ് അത് വികസിക്കുന്നത്. അവസാനം ശങ്കരാചാര്യർ അടിയറവ് പറയുകയാണ് ചണ്ടാളൻ്റെ മുമ്പിൽ, നീ ആരായാലും നീ എൻ്റെ ഗുരുവാണ് എന്ന് പറഞ്ഞ് ആ കഥ അവിടെ അവസാനിക്കുകയാണ്. ഞാൻ സൂചിപ്പിക്കുന്നത്, അദ്വൈത സിദ്ധാന്തത്തിൻ്റെ പരമാചാര്യനായി അറിയപ്പെടുന്ന, അത് സാക്ഷാത്കരിച്ച ദാർശനിക പ്രതിഭയായ ശങ്കരാചാര്യർക്ക് പോലും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആർദ്രതയുടെ, സഹജീവികളോടുള്ള അനുരാഗത്തിൻ്റെ, പ്രേമത്തിൻ്റെ അംശം കാത്തുസൂക്ഷിക്കാനായിട്ട് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. വസ്തുതാപരമായി പരിശോധിച്ച ശങ്കരാചാര്യർ മുന്നോട്ട് വെച്ച അദ്വൈത ദർശനം അതുതന്നെയാണ് സ്വാമി വിവേകാനന്ദൻ മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ അതിൽ ആർദ്രത എന്ന് പറയുന്ന ഒരു പുതിയ ഘടകം, മാനവികത എന്ന് പറയുന്ന ഒരു പുതിയ ഘടകം, കാരുണ്യം എന്ന് പറയുന്ന ഒരു പുതിയ ഘടകം അതിൽ കൂടി ഉൾച്ചേർത്തുകൊണ്ട്, അത് ലഭിച്ചത് ബുദ്ധനിൽ നിന്നാണ്. ബുദ്ധന്റെ പാരമ്പര്യത്തിലെ ഇത്തരം മനുഷ്യസ്നേഹപരമായ, അഹിംസാത്മകമായ ആ ചിന്തകളെ ഉൾച്ചേർത്തുകൊണ്ട് കാലഘട്ടത്തിനനുസരിച്ച് അദ്വൈത സിദ്ധാന്തത്തെ മാറ്റിമറിക്കുക എന്നതാണ് സ്വാമി വിവേകാനന്ദൻ ചെയ്തത് എന്നർത്ഥം. അതാണ് ഒന്നാമത്തെ അധ്യായത്തിലൂടെ സദാനന്ദൻ അത് വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്. സന്യാസ സത്യത്തിലേക്കുള്ള ഘട്ടങ്ങൾ എന്ന രണ്ടാമത്തെ അധ്യായം സ്വാമി വിവേകാനന്ദന്റെ ചിന്തകൾ സമഗ്രമായി പ്രതിപാദിക്കാനുള്ള പരിശ്രമമാണ് നടത്തുന്നത്. ദർശനം എന്ന് പറയുന്നത് ബുദ്ധിപരമായി വാദവിവാദങ്ങൾക്ക് ഇട നൽകുന്ന ഒരു വിഷയമല്ല, മറിച്ച് അത് സമൂഹത്തിൽ ഇടപെടാനുള്ള ആയുധമാണ്. ജീവിത ദുരിതങ്ങൾ മാറ്റി തീർക്കാനുള്ള ആയുധമാണ്. അവയെ തലയിലേറ്റ് ചുമന്ന് നടക്കാനുള്ളതല്ല എന്ന് സ്വാമി വിവേകാനന്ദൻ വ്യക്തമാക്കുന്നു. അതുകൊണ്ടാണ് സ്വാമിജി തൻ്റെ വാക്കുകളിൽ എല്ലായിടത്തും ദരിദ്രരെക്കുറിച്ച്, പട്ടിണിയെക്കുറിച്ച്, സ്ത്രീകളെക്കുറിച്ച് ഒക്കെ ആകുലനായി മാറിയത്. അവരുടെ അത്തരം അവസ്ഥകളെ നൂറ്റാണ്ടുകളായി അനുഭവിക്കുന്ന അത്തരം പാരമ്പര്യത്തെ തട്ടിമാറ്റിക്കൊണ്ട് അവരെ കൂടി സ്വാതന്ത്ര്യത്തിൻ്റെ വികായത്തിലേക്ക് അണിചേർക്കുക. ദർശനം മസ്തിഷ്ക വ്യായാമത്തിന് ഉള്ളതാക്കി ചുരുക്കാതെ സമൂഹത്തെ സഹായിക്കാനായി അതിനെ പ്രയോജനപ്പെടുത്തണം എന്ന ആശയം സ്വാമി വിവേകാനന്ദൻ സ്വീകരിച്ചിരിക്കുന്നു എന്ന് വളരെ വിശദമായി രണ്ടാമത്തെ അധ്യായത്തിലൂടെ സദാനന്ദൻ അത് വിശദമാക്കുന്നുണ്ട്. നൂറ്റാണ്ടുകളായി ഇരുട്ടറകളിൽ കിടന്നിരുന്ന സ്ത്രീകളുടെ വിമോചനം, അവരുടെ സ്വാതന്ത്ര്യം, അവരുടെ അന്തസ്സും അഭിമാനവും ഉയർത്തിപ്പിടിക്കാനുള്ള വഴികൾ, സതിയും ബാലിക വിവാഹവും ഒക്കെ അവസാനിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത, ഇങ്ങനെയുള്ള നിരവധി ആശയങ്ങൾ സ്വാമി വിവേകാനന്ദൻ്റെ ദർശനത്തിൽ ഉൾച്ചേർന്നിരിക്കുന്നതായി ഗ്രന്ഥകാരൻ നമ്മോട് വിളിച്ചു പറയുന്നുണ്ട്. ഭസ്മം പൂശി, ഗ്രന്ഥകാരൻ്റെ തന്നെ വരികെടുക്കുകയാണെങ്കിൽ, ഭസ്മം പൂശി കാഷായം ധരിച്ച് വനാന്തരങ്ങളിൽ അലഞ്ഞ് ആത്മീയതയുടെ വൽമീകങ്ങളിലേക്ക് ഉൾവലിയാനുള്ളതല്ല സന്യാസം എന്ന് സ്വാമി വിവേകാനന്ദൻ ഉറപ്പിക്കുന്നു. അത് സാമൂഹ്യ കാര്യങ്ങളിൽ സമരോത്സുകമായി ഇടപെടാനും സാമ്പത്തിക രാഷ്ട്രീയ സ്വാതന്ത്ര്യം സ്വപ്നം കാണാനുള്ള ശക്തി ജനങ്ങളിൽ രൂപപ്പെടുത്തുന്നതിനും ഇടവരുത്തണം എന്നാണ് വിവേകാനന്ദൻ ആഗ്രഹിക്കുന്നത് എന്ന് ഗ്രന്ഥകാരൻ നമ്മോട് പറയുന്നു. വിവേകാനന്ദ ദർശനത്തിലെ ആത്മീയ മാനവികത എന്ന
3-ാം അധ്യായത്തിലൂടെ മതത്തെ പറഞ്ഞതുപോലെ ആത്മീയത എന്ന് പറയുന്ന ആ ആശയത്തെ പാരമ്പര്യസിദ്ധമായ വിചാരങ്ങളിലും ബുദ്ധിപരമായ ദാർശനിക വിചാരങ്ങളിലും അല്ല തളച്ചിടേണ്ടത്, മറിച്ച് മാനവികത എന്ന് പറയുന്ന മൂല്യവിചാരവുമായിട്ടാണ് ബന്ധിപ്പിക്കേണ്ടത് എന്നാണ് സ്വാമി വിവേകാനന്ദൻ ലക്ഷ്യമാക്കുന്നത് എന്ന് വളരെ മനോഹരമായി ഈ അധ്യായത്തിലൂടെ അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. മനുഷ്യന് മുക്തിഭാവമാണ് അവനിൽ രൂപപ്പെടുത്തേണ്ടത്. അതാണ് ആനന്ദത്തിൻ്റെ പരമമായ അവസ്ഥ. ഇന്ദ്രിയങ്ങൾ നിത്യമല്ല. അതുകൊണ്ട് തന്നെ ഇന്ദ്രിയങ്ങളിലൂടെ ലഭിക്കുന്ന ആനന്ദവും നിത്യമല്ല. ബാഹ്യപ്രപഞ്ചം സത്യമല്ല. അതിനാൽ ആഭ്യന്തര പ്രപഞ്ചത്തിൻ്റെ വാതിലുകളാണ് തുറക്കേണ്ടത്. മനുഷ്യരിലെ യഥാർത്ഥ സത്ത അത് ആത്മാവാണ്. അതിനെ തിരിച്ചറിയുക, അതിനെ സാക്ഷാത്കരിക്കുക, അതാണ് ഈശ്വര സാക്ഷാത്കാരം. ഈ സാക്ഷാത്കാരം നേടുന്നതോടുകൂടി സകല ചരാചരങ്ങളും ഈശ്വരനാണ്, ബ്രഹ്മമാണ് എന്ന ജ്ഞാനമുണ്ടാകുന്നു. അതോടുകൂടി നമ്മുടെയൊക്കെ ഹൃദയം അലിവിൻ്റെ കേന്ദ്രമായി മാറുന്നു. അങ്ങനെ ഒരു പുതിയ മനുഷ്യനായിട്ട് നാം രൂപാന്തരം പ്രാപിക്കുന്നു. ആ പ്രക്രിയയാണ് ഈ അധ്യായത്തിലൂടെ ഗ്രന്ഥകാരൻ വളരെ വിശദമായി നമ്മോട് സംസാരിക്കുന്നത്. എന്താണ് മതം? വിവേകാനന്ദൻ പറയട്ടെ. അതാണ് 4-ാമത്തെ അധ്യായം. വിവേകാനന്ദൻ്റെ വാക്കുകളിലൂടെ വിവേകാനന്ദൻ്റെ മതദർശനത്തെ അദ്ദേഹം വിശദമാക്കാനായിട്ട് ശ്രമിച്ചിരിക്കുന്നത്. സാർവലൗകിക സാഹോദര്യം, കരുണ, എല്ലാം ഈശ്വരമയം. ഇതാണ് വിവേകാനന്ദ മതത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത്. അത് എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുന്നു, എല്ലാ ഈശ്വരന്മാരെയും ഉൾക്കൊള്ളുന്നു. വൈരാഗ്യവും ത്യാഗവും സംസാര ലോകത്തിൽ നിന്നുള്ള പിന്തിരിയലും ആത്മാഭിമുഖ സഞ്ചാരത്തിനുള്ള പ്രചോദനമാണ്. ത്യാഗത്തെ അടർത്തി മാറ്റിക്കൊണ്ടുള്ള അസ്തിത്വം അത് ഹിന്ദു മതത്തിനില്ല. ത്യജിക്കുക, ത്യജിക്കുക. ഗ്രന്ഥകാരൻ്റെ വാക്കുകൾ കടമെടുത്ത് പറഞ്ഞാൽ ത്യജിക്കുക, ത്യജിക്കുക എന്നതാണ് വേദഗ്രന്ഥങ്ങളിൽ മുഴങ്ങിക്കേൾക്കുന്ന മന്ത്രം. പ്രപഞ്ചത്തെ, ശരീരത്തെ, വസ്ത്രാദി വസ്തുക്കളെ, ഇഷ്ടാനിഷ്ടങ്ങളെ എല്ലാം ഉപേക്ഷിക്കുക, ലോകത്തെ തന്നെ ത്യജിക്കുക. കർമ്മം കൊണ്ടും മനസ്സുകൊണ്ടും ചിന്ത കൊണ്ടും വൈരാഗ്യം സമ്പാദിക്കുക. ഇതാണ് മതം ലക്ഷ്യമാക്കേണ്ടത്. മതം എന്ന് വെച്ചാൽ അത് ത്യാഗം എന്നാണ് അതിൻ്റെ അർത്ഥം. ഈശ്വരനിലെത്താനുള്ള ജീവിത പാത, നാനാത്വത്തിൽ ഏകത്വം ദർശിക്കാനുള്ള സൂക്ഷ്മജ്ഞാനമാണ്. അതാണ് വിദ്യ. വേദാന്ത ഗ്രന്ഥങ്ങളിലെ ഈ മഹാസാരത്തെ ഉൾക്കൊള്ളുന്നവനാണ് ഹിന്ദു. ഭോഗാസക്തിയെ കടിഞ്ഞാണിടുന്നതിനുള്ള ആയുധമാണ് മതം. ചിത്തശുദ്ധി നേടുന്നതിനുള്ള ഉപായമാണ് മതം. ഈ രീതിയിൽ പോകുന്നു വിവേകാനന്ദൻ്റെ മതത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ. സർഗാത്മക സന്യാസവും വിവേകാനന്ദനും എന്ന 5-ാമത്തെ അധ്യായം വിവേകാനന്ദൻ്റെ സന്യാസ മാർഗത്തിൻ്റെ സവിശേഷതകളെ വിശദീകരിക്കുന്നതാണ്. ആമുഖാധ്യായം അതുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്. അതിൻ്റെ കുറെ കൂടി ഉന്നതമായ വികാസമാണ് ഈ 5-ാമത്തെ അധ്യായം എന്ന് പറയാം. അവിടെയും മനുഷ്യരെ, സകല മനുഷ്യരെയും, ജാതി മത ഭേദമന്യേ എല്ലാവരെയും
മനുഷ്യരെ മാത്രമല്ല, സർവ്വ ചരാചരങ്ങളെയും ഈ പ്രപഞ്ചത്തെ തന്നെയും ഈശ്വരവൽക്കരിക്കുക. അതാണ് നമ്മുടെ ലക്ഷ്യമാകേണ്ടത് എന്ന് സ്വാമി വിവേകാനന്ദൻ പറയുന്നു. ലോകത്തെ പഴിച്ചും ശപിച്ചും സാമൂഹ്യ ജീവിതത്തിൽ നിന്നും ഉൾവലിയാനോ, ലോകം അടുത്ത് ലോകത്തോട് നീരസം തോന്നി ആത്മപീഡയുടെ കൊടുമുടി കയറാനോ സ്വാമി വിവേകാനന്ദൻ നമ്മോട് പറയുന്നില്ല. മറിച്ച് പ്രപഞ്ചത്തെ സ്നേഹിക്കുവാനാണ്. ഈശ്വരനെ സ്നേഹിക്കുന്നത് തുല്യമാണ്. അത് വിശ്വത്തിലെ സകലമാന ജീവ തുടിപ്പുകളെയും പ്രേമിക്കലാണ്. ഈശ്വര പ്രേമം മനുഷ്യ സേവനമാണ്, ഈശ്വര സേവ എന്നിങ്ങനെ ആ ദർശനത്തിൻ്റെ അടരുകളെ അദ്ദേഹം വിശദമാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സന്യാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമെന്ന് പറയേണ്ടത് അടങ്ങാത്ത കർമ്മവീര്യമാണ്. ഇട്ടെറിഞ്ഞു പോവുകയല്ല, അതിശക്തമായി സമൂഹത്തിൽ ഇടപെടാനുള്ള ആർജവം, ആ ആർജവം പ്രകടിപ്പിക്കുക എന്നതാണ് സന്യാസത്തിൻ്റെ എല്ലാം ലക്ഷ്യമായിട്ട് മാറേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് സ്വാമി വിവേകാനന്ദൻ താൻ ചുറ്റും കണ്ട, പ്രത്യേകിച്ചും ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ വിയോഗത്തിനു ശേഷം അദ്ദേഹം ഇന്ത്യ മുഴുവൻ കാൽനടയായി സഞ്ചരിക്കുകയുണ്ടായി. അങ്ങനെയാണ് ഇന്ത്യയിലെ ജനങ്ങൾ, സ്ത്രീകൾ, യുവാക്കൾ ഇവരെല്ലാവരും അനുഭവിക്കുന്ന കൊടിയ ദാരിദ്ര്യത്തിൻ്റെയും പീഡനങ്ങളുടെയും കഥ അദ്ദേഹം നേരിട്ട് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് അതിരൂക്ഷമായി അത്തരം സാഹചര്യങ്ങളെ വിമർശിക്കാൻ സ്വാമി വിവേകാനന്ദൻ തയ്യാറായത്. അങ്ങനെ സമൂഹത്തിൽ ഇടപെടാനുള്ള ആർജവം സന്യാസി കാണിക്കണം എന്ന് തൻ്റെ ജീവിതത്തിലൂടെ അദ്ദേഹം കാണിച്ചു നൽകുകയാണ്. പക്ഷേ അദ്ദേഹം ഊന്നുന്ന മറ്റൊരാശയമുണ്ട്. കർമ്മനിരതനാകണം സന്യാസി എന്ന് പറയുമ്പോഴും ആ സന്യാസത്തിന് നിഷ്കാമ കർമ്മം, ഫലേച്ഛ കൂടാതെ കർമ്മം ചെയ്യുക. ഇന്ത്യയുടെ ആസ്തിക മതങ്ങൾ മുന്നോട്ട് വച്ച, പ്രത്യേകിച്ചും ഭഗവത്ഗീത പോലെയുള്ള കൃതികൾ മുന്നോട്ട് വച്ച ആശയം നിഷ്കാമകർമ്മം, അതാണ് സന്യാസി ഏറ്റെടുക്കേണ്ടത് എന്ന് അടിവരയിട്ടുകൊണ്ട് അദ്ദേഹം പറയുന്നു. ആനോ ഭദ്രാ കർത്തവോ എന്ത് വിശ്വത, ഋഗ്വേദത്തിലെ ഒരു മഹാവാക്യമാണ്. നമ്മുടെ ഹൃദയത്തിൻ്റെ കവാടങ്ങൾ മലർക്കെ തുറന്നിടുക, അതിലേക്ക് പുതിയ പുതിയ ആശയങ്ങൾ കടന്നു വരട്ടെ. മനുഷ്യ ജീവിതത്തിന് ഉതകുന്ന പുതിയ പുതിയ ആശയങ്ങൾ കടന്നു വരാനായി നമ്മുടെ ഹൃദയ കവാടങ്ങൾ മലർക്കെ തുറന്നിടുക എന്ന് സ്വാമി വിവേകാനന്ദൻ നിരന്തരമായി നമ്മോട് പറയുന്നു. തിരുവോരങ്ങളെ കാണുവാനുള്ള, തിരുവോരങ്ങളെ അറിയുവാൻ നമ്മുടെ കണ്ണുകൾ മലർക്കെ തുറന്നു വെക്കണം. പാവങ്ങളെ സേവിക്കണം, ദരിദ്രർക്ക് അന്നം നൽകണം, അജ്ഞർക്ക് വിദ്യ നൽകണം. ഇതൊക്കെയാണ് പരമാനന്ദത്തിലേക്ക് മുന്നേറാനായിട്ടുള്ള വഴികൾ എന്ന് സ്വാമി വിവേകാനന്ദൻ നമ്മോട് പറയുന്നു. വിവേകാനന്ദ ചിന്തയിലെ മാതൃക രാഷ്ട്രസങ്കല്പം എന്നതാണ് അവസാനത്തെ അധ്യായം. ഈ അവസാന അധ്യായത്തിൽ അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത് നൂതനമായ ഒരു ആത്മീയ ആദർശത്തെ മുൻനിർത്തിയുള്ള വിവേകാനന്ദന്റെ രാഷ്ട്ര സങ്കല്പം, ആ സങ്കല്പത്തെയാണ് ഗ്രന്ഥകാരൻ മുന്നോട്ട് വെക്കുന്നത്. ആത്മീയ ദർശനത്തോടൊപ്പം മുമ്പ് സൂചിപ്പിച്ചത്, മുമ്പ് പല അധ്യായങ്ങളിലും ആവർത്തിക്കുന്നത് പോലെ മാനവികതയെ കൂടി കൂട്ടിഘടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. തൻ്റെ രാഷ്ട്രം ആത്മീയ ദർശനത്തിൽ മാത്രമല്ല, അത് മാനവികതയെ കൂടി ഉൾക്കൊള്ളേണ്ടതാണ് എന്ന ആ ഒരു സ്വപ്നമാണ് സ്വാമി വിവേകാനന്ദൻ രാഷ്ട്രസങ്കല്പമായിട്ട് മുന്നോട്ട് വെക്കുന്നത്.
മനുഷ്യന്റെ മുമ്പിൽ രണ്ട് മാർഗങ്ങളാണ് ഉള്ളത്. കഠോപനിഷത്ത് വിശദീകരിക്കുന്നതാണ്. ഒന്ന് ശ്രേയോമാർഗം, മറ്റൊന്ന് പ്രേയോമാർഗം. ശ്രേയോമാർഗം എന്ന് പറയുന്നത് ആത്മീയമായ ദാഹത്തെ ശമിപ്പിക്കാനുള്ള മാർഗമാണ്. അത് മോക്ഷമാർഗമാണ്. വ്യക്തിപരമായും സമൂഹത്തിൻ്റെ തന്നെയും സ്വാതന്ത്ര്യത്തിനുള്ള വഴിയാണ്, ആനന്ദത്തിലേക്കുള്ള വഴിയാണ്. നിത്യാനന്ദമാണ് അതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. പ്രേയോമാർഗം അത് ഭൗതിക മാർഗമാണ്, ഭൗതിക അഭിവൃദ്ധിയിലുള്ള അഭിനിവേശമാണ്. അത് ഇന്ദ്രിയ സുഖങ്ങളിൽ കേന്ദ്രീകൃതമാണ്. മുമ്പ് സൂചിപ്പിച്ചു, ഇന്ദ്രിയങ്ങൾ അനിത്യങ്ങളാണ്. അപ്പൊ അനിത്യങ്ങളായ ഇന്ദ്രിയങ്ങളിലൂടെ ആർജിക്കുന്ന ആനന്ദവും അനിത്യമാണ്, ക്ഷണികമാണ്. അതുകൊണ്ട് തൻ്റെ രാഷ്ട്രം ജനങ്ങളെ ശ്രേയോമാർഗത്തിലൂടെ ചരിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നതാകണം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഈ ഘട്ടത്തിലാണ് സമൂഹത്തിൻ്റെ വിവിധ അധികാര ശ്രേണി മാറ്റത്തെക്കുറിച്ച് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. തൻ്റെ രാഷ്ട്രസങ്കല്പത്തിൽ അദ്ദേഹം, സ്വാമി വിവേകാനന്ദൻ, സ്വപ്നം കാണുന്നത് പഴയ സത്യയുഗം. സത്യയുഗത്തിൽ എല്ലാവരും ബ്രാഹ്മണന്മാർ, ധർമ്മിഷ്ഠരായ ജനങ്ങൾ, ധർമ്മിഷ്ഠരായ ബ്രാഹ്മണന്മാർ. ആ ബ്രാഹ്മണന്മാരുടെ ആധിക്യം ഉള്ള ഒരു രാഷ്ട്രം, അതാണ് സത്യയുഗത്തിൽ അദ്ദേഹം ഉള്ളതായിട്ട് ഭാവന ചെയ്യുന്നത്. ആ രീതിയിലുള്ള ഒരു രാഷ്ട്ര സംവിധാനം, അതിനെ മറികടന്നുകൊണ്ട് പിന്നീട് വന്ന ക്ഷത്രിയരുടെ ഭരണ സംവിധാനം, അതിനുശേഷം വന്ന വൈശ്യരുടെ ഭരണ സംവിധാനം. വൈശ്യരുടെ ഭരണ സംവിധാനമാണ് കച്ചവടക്കാരുടെ, ഇന്ത്യയിലേക്ക് കച്ചവടം ചെയ്യാൻ വന്ന ബ്രിട്ടീഷുകാരുടെയൊക്കെ അധികാരവുമായി അദ്ദേഹം താരതമ്യപ്പെടുത്തുന്നത്. ഇനി വരാനിരിക്കുന്നത് ശൂദ്രന്മാരുടേതാണ് എന്ന് വിഭാവനം ചെയ്യാനായിട്ട് സ്വാമി വിവേകാനന്ദൻ തയ്യാറായിട്ടുണ്ട്. പക്ഷേ ആദ്യം സൂചിപ്പിച്ചതുപോലെ പരമമായ, ഉദാത്തമായ, ഉന്നതമായ രാഷ്ട്ര സംവിധാനം എന്ന് പറയുന്നത് സത്യയുഗത്തിലെ ബ്രാഹ്മണ യുഗമാണ്. ആ ബ്രാഹ്മണിക്കൽ ഹെജിമണി അദ്ദേഹത്തിൻ്റെ മനസ്സിൽ, അത് ഒരിടത്ത് മാത്രമല്ല വ്യാപകമായി നമുക്ക് കാണാനായിട്ട് കഴിയും. ആ ബ്രാഹ്മണാധികാരത്തെ, അതാണ് മാതൃകാപരം എന്ന് പ്രഖ്യാപിക്കുക മാത്രമല്ല, ഇനി വരാനിരിക്കുന്ന ശൂദ്രന്മാരുടെ ഭരണം അത് അനിവാര്യമാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആ ഭരണം സാംസ്കാരികമായി അത്ര മെച്ചപ്പെട്ടതാവില്ല എന്നും അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഇപ്രകാരം വിവേകാനന്ദ ദർശനത്തിലെ ശക്തി സൗന്ദര്യങ്ങൾ വളരെ മനോഹരമായി വായനക്കാരെ പിടിച്ചിരുത്തുന്ന രീതിയിൽ പ്രതിപാദിക്കാൻ ഗ്രന്ഥകാരന് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചത്, വർത്തമാനകാല ഇന്ത്യൻ സാഹചര്യത്തിൽ വർഗീയതയും അതുമായി ബന്ധപ്പെട്ട ഫാസിസ്റ്റ് നിലപാടുകളും ഇന്ത്യയുടെ സമസ്ത തലങ്ങളിലും വ്യാപകമായി പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന, വ്യാപകമായി ബോധപൂർവമായി പ്രചരിപ്പിക്കാനായിട്ട് ഭരണാധികാരികൾ അടക്കം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വർത്തമാനകാല ഇന്ത്യൻ സാഹചര്യത്തിൽ സ്വാമി വിവേകാനന്ദനെ ഒരു ഐക്കൺ എന്ന നിലയിൽ അവ ഉയർത്തിക്കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ആ സാംസ്കാരിക ആയുധത്തെ, ആ ഐക്കണെ പിടിച്ചെടുത്തുകൊണ്ട് ഫാസിസ്റ്റ് പ്രതിരോധ നിരയെ ശക്തിപ്പെടുത്തുക എന്ന ദൗത്യം, ആ ദൗത്യം നിറവേറ്റുന്നതിലും
വിവേകാനന്ദൻ സർഗാത്മക സന്യാസത്തിന്റെ ശില്പി എന്ന KS സദാനന്ദന്റെ പുസ്തകം വളരെയധികം വിജയിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ പുസ്തകത്തിന് എന്തെങ്കിലും ദൗർബല്യങ്ങളുണ്ടെങ്കിൽ ആ ദൗർബല്യങ്ങൾ പുസ്തകത്തിൻ്റെ ഗ്രന്ഥകാരൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതല്ല എന്നുകൂടി എനിക്ക് സൂചിപ്പിക്കാനുണ്ട്. ദൗർബല്യങ്ങളുണ്ട്. പക്ഷെ ആ ദൗർബല്യങ്ങൾ ഗ്രന്ഥകാരൻ്റെ വിശകലനത്തിനല്ല, മറിച്ച് അതിൻ്റെ സോഴ്സിനാണ്, വിവേകാനന്ദ ദർശനത്തിനാണ്. അപ്പൊ വിവേകാനന്ദ ദർശനത്തിന്, വിവേകാനന്ദന്റെ സമീപനങ്ങൾക്ക് പലയിടത്തുമുള്ള ഇടർച്ചകള്, അവ്യക്തമായ ധാരണകള്, വസ്തുതാവിരുദ്ധമായ ധാരണകള്, അതൊക്കെ ഈ ഗ്രന്ഥത്തിലും നമുക്ക് കാണാൻ കഴിയും. കാരണം ഈ ഗ്രന്ഥം സ്വാമി വിവേകാനന്ദന്റെ ദർശനങ്ങളിലൂടെയുള്ള ഒരു സഞ്ചാരമാണ്. ചില സങ്കല്പങ്ങൾ ഞാൻ സൂചിപ്പിക്കാം. വേദവും വേദാന്തവും. വേദാന്തം എന്ന വാക്ക് നിരന്തരമായി സ്വാമി വിവേകാനന്ദൻ തൻ്റെ കൃതികളിൽ ആവർത്തിക്കുന്ന ഒരു ഒന്നാണ്. എന്താണ് വേദാന്തം? വേദങ്ങളുടെ അന്തം എന്നാണ് അതിൻ്റെ അർത്ഥം. ഉപനിഷത്ത് എന്നാണ് അതിൻ്റെ മറ്റൊരർത്ഥം. വേദമെന്ന് പറയുന്നത് ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം എന്നീ 4 വേദങ്ങളാണ്. 4 പിന്നീട് വന്നതാണ്, 3 ആദ്യം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ വേദം എന്ന പദത്തിന് ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം എന്നല്ല പാരമ്പര്യം അർത്ഥമാക്കുന്നത്. മറിച്ച് അതൊരു ഗ്രന്ഥസമുച്ചയമാണ്. ഋഗ്വേദം മുതൽ ആരണ്യകങ്ങൾ വരെ നിൽക്കുന്ന ഒരു വലിയ സാഹിത്യ സഞ്ചയം, നൂറ്റാണ്ടുകളുടെ വ്യത്യാസത്തിൽ രചിക്കപ്പെട്ട സാഹിത്യ സഞ്ചയമാണ്. വേദം എഴുതി പിറ്റേ ദിവസം അതിൻ്റെ വ്യാഖ്യാനമായിട്ട് ബ്രാഹ്മണങ്ങൾ എഴുതി, പിറ്റേ ദിവസം അതിൻ്റെ വ്യാഖ്യാനമായിട്ട് ആരണ്യകങ്ങൾ എഴുതി. അങ്ങനെയല്ല. ഓരോ വേദവും എഴുതപ്പെടുകയല്ല, പാടി നടന്ന് തലമുറയായിട്ട് കൈമാറി കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ബ്രാഹ്മണങ്ങൾ ഉണ്ടാകുന്നത്. അതിനും കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ആരണ്യകങ്ങൾ ഉണ്ടാകുന്നത്. പക്ഷേ നമ്മുടെ പാരമ്പര്യം നമ്മോട് പറയുന്നത് ഇതൊക്കെ വേദങ്ങളാണ്. ബ്രാഹ്മണങ്ങളും വേദസംഹിതയും ഉപനിഷത്തുകളും കൂടിച്ചേർന്നതാണ് വേദം എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുന്നത് എന്നാണ് ആസ്തിക മതം. അവരാണ് കാര്യങ്ങൾ നിശ്ചയിക്കുന്നത്. ആ പാരമ്പര്യമാണ് നമ്മൾ പിന്തുടരുന്നത്. ആ പാരമ്പര്യമാണ് സ്വാമി വിവേകാനന്ദന് മുറുകെ പിടിക്കുന്നത്. ആ പാരമ്പര്യം തന്നെയാണ് ഗ്രന്ഥത്തിലും സ്വീകരിക്കേണ്ടി വരുന്നത്. പക്ഷേ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഋഗ്വേദ കാലഘട്ടത്തിലെ സാമൂഹിക അന്തരീക്ഷമല്ല യജുർവേദം എഴുതുമ്പോഴുള്ളത്. യജുർവേദം എഴുതുമ്പോഴുള്ള സാമൂഹിക അന്തരീക്ഷമല്ല സാമവേദം എഴുതുമ്പോൾ ഉണ്ടാകുന്നത്. സാമവേദം എഴുതുമ്പോൾ ഉണ്ടാകുന്ന സാമൂഹ്യ അന്തരീക്ഷമെല്ലാം അഥർവവേദം എഴുതുമ്പോൾ ഉണ്ടാകുന്നത്. അതിൻ്റെ ശേഷം എഴുതപ്പെട്ട ബ്രാഹ്മണങ്ങൾ ഉണ്ടാകുമ്പോൾ വീണ്ടും സാമൂഹ്യ അന്തരീക്ഷം മാറുകയും ഓരോ കാലഘട്ടത്തിനനുസരിച്ച് വ്യത്യസ്തമായ ആശയങ്ങൾ രൂപപ്പെടുകയും ആ ആശയങ്ങൾക്കനുസരിച്ച് പുതിയ സാഹിത്യകൃതികൾ രൂപപ്പെടുകയും ചെയ്യുക എന്ന ദൗത്യമാണ്. നമ്മുടെ കേരളത്തിൽ തന്നെ നമുക്കറിയാലോ, 50 കൊല്ലം അല്ലെങ്കിൽ 100 കൊല്ലം മുമ്പുണ്ടായിരുന്ന ഒരു കൃതി ഇന്ന് എഴുതൂല. കാരണം കാലം മാറിയിരിക്കുന്നു. പലപ്പോഴും നമ്മൾ പറയാറുള്ളതാണ്, MT വാസുദേവൻ നായരുടെ നിർമ്മാല്യം ഇന്ന് അത് സിനിമയാക്കാൻ ധൈര്യപ്പെടുമോ? ആകൂല. കാലം മാറിയിരിക്കുന്നു. എന്തിന്? ഇവിടെ മുരളി പറഞ്ഞല്ലോ, എമ്പുരാൻ അല്ലേ? എമ്പുരാൻ എന്ന സിനിമയ്ക്ക് പോലും ഇവിടെ നിലനിൽപ്പില്ലാത്ത, അത് വെട്ടണമെന്ന് ആരൊക്കെയോ ആവശ്യപ്പെടുന്ന ഒരവസ്ഥാവിശേഷം. സമൂഹം അങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു 100 വർഷമൊക്കെ കഴിഞ്ഞാൽ അവസ്ഥ എന്തായിരിക്കും? നമുക്ക് പറയാൻ കഴിയില്ല. 100 കണക്കിന് വർഷങ്ങളുടെ വ്യത്യാസത്തിൽ എഴുതപ്പെട്ട ഓരോ വേദങ്ങളും അവയുടെ വ്യാഖ്യാനം എന്ന രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട ബ്രാഹ്മണങ്ങളും ആരണ്യകങ്ങളും ഒക്കെ വ്യത്യസ്തമായ വർഗ താല്പര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് എഴുതപ്പെട്ടിട്ടുള്ള കൃതികളാണ്. പക്ഷേ പാരമ്പര്യവാദികൾ സമ്മതിക്കൂല.
അവർ പറയും ഋഗ്വേദത്തിൻ്റെ അല്ലെങ്കിൽ വേദങ്ങളുടെ വ്യാഖ്യാനമാണ് ബ്രാഹ്മണങ്ങളുടെ വ്യാഖ്യാനമാണ് ആരണ്യകങ്ങൾ, ഇതൊക്കെ കൂടിച്ചേർന്ന ഒരു പരമ്പരയാണ് വേദം എന്ന് പറയേണ്ടത് എന്ന് നമ്മെ പഠിപ്പിക്കും. ഞങ്ങളൊക്കെ കുട്ടികൾ അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്, പഠിപ്പിച്ചിട്ടുള്ളത് അങ്ങനെയാണ്. ഉണ്ണികൃഷ്ണൻ പഠിപ്പിക്കുന്നത് അങ്ങനെ തന്നെയാണ് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് ആ ട്രഡീഷൻ അങ്ങനെയാണ്. വേദാന്തം എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ അപകടമാണ്. ഉപനിഷത്തിൻ്റെ മറ്റൊരു പര്യായമായിട്ട് അത് ഉപയോഗിക്കുന്നുണ്ട്, വേദാന്തം. പക്ഷെ അതല്ല ഇവിടെ അർത്ഥമാക്കുന്നത്, മറിച്ച് വേദാന്ത ദർശനമാണ്. എന്താ വേദാന്ത ദർശനം? അങ്ങനെ പറയാവുന്ന ഒരു ദർശനം ഉണ്ടോ ഉണ്ണിയെ? ഇല്ല. പൊതുവെ വേദാന്തം എന്ന് ദർശനം എന്ന് പറയുന്നത് ദർശനങ്ങളാണ്. 3 മിനിമം ഉണ്ട്. അദ്വൈത വേദാന്തം, ദ്വൈത വേദാന്തം, വിശിഷ്ടാദ്വൈത വേദാന്തം. മിനിമം ഈ 3 പിന്നെയും വേറെ ഒരുപാട് വേദാന്ത ദർശനങ്ങളുണ്ട്. പക്ഷേ പ്രധാനപ്പെട്ട ഈ 3 ദർശനങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഇത്. അതുകൊണ്ട് തന്നെ സ്വാമി വിവേകാനന്ദൻ വേദാന്ത മതം, വേദാന്ത ദർശനം എന്ന് ഉപയോഗിക്കുമ്പോൾ ഏതാണ് അർത്ഥമാക്കുന്നത് പ്രയാസമാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട്. അദ്വൈത വേദാന്തമാണോ? ആണെങ്കിൽ അദ്ദേഹത്തിന്റെ പല നിലപാടുകളും അദ്വൈത വേദാന്ത വിരുദ്ധമാണ്. സ്വാഭാവികമായിട്ടും വിവേകാനന്ദ ദർശനത്തെ പഠിക്കുമ്പോൾ സദാനന്ദന് അതല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. അപ്പോൾ ആ തെറ്റായ രീതിയിലുള്ള വിശകലനം ഇതിലും കടന്നു വരുന്നുണ്ട്. ചിലയിടത്ത് അദ്വൈത വേദാന്തം എന്ന് തന്നെ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം വേദാന്തം എന്ന് സ്വാമി വിവേകാനന്ദൻ പറയുമ്പോഴൊക്കെ മുഖ്യധാരയിലേക്ക് എത്തേണ്ടത് അദ്വൈത വേദാന്തമാണ് എന്ന് നാം ധരിക്കേണ്ടി വരുന്നു എന്നർത്ഥം. അങ്ങനെ ആകുമ്പോൾ കൂടുതൽ പ്രശ്നങ്ങൾ കടന്നു വരികയാണ്. ഒരു അദ്വൈത വേദാന്തിയെ സംബന്ധിച്ചിടത്തോളം ഇതിൽ പറയുന്ന കാര്യങ്ങൾ മുഴുവനും അപ്രസക്തമായ കാര്യമാണ്. എന്താണ് അദ്വൈത വേദാന്തത്തിൻ്റെ അടിസ്ഥാന നിലപാട്? ബ്രഹ്മസത്യം ജഗത് മിഥ്യ. ശങ്കരാചാര്യർ പറഞ്ഞത് അങ്ങനെ തന്നെയാണ്. ബ്രഹ്മസത്യം ജഗത് മിഥ്യ. ബ്രഹ്മം മാത്രമേ സത്യമായിട്ടുള്ളൂ, ബാക്കിയൊക്കെ അസത്യമാണ്. പക്ഷെ വിവേകാനന്ദ ദർശനത്തിൽ ആകമാനം എല്ലാ ധാരകളിലും ഇങ്ങനെ അണിചേർത്തിരിക്കുന്ന ഒരു കാര്യം ഈശ്വര സാക്ഷാത്കാരം. അതാണ് ബ്രഹ്മസാക്ഷാത്കാരം. ഈശ്വരനും ബ്രഹ്മവും ഒന്ന് തന്നെയാണ്. ആത്മാവും ഈശ്വരനും ബ്രഹ്മവും ഒന്നാണ്. അദ്വൈത ദർശനം അവരത് സമ്മതിക്കൂല. എന്താ കാരണം? ഈശ്വരൻ എന്ന് പറയുന്നത് അവിദ്യയിൽ മുങ്ങിത്തുടിക്കുന്ന ആളുകളുടെ ചിന്തകളാണ്, പാരമാർത്ഥിക സത്യമല്ല. അദ്വൈത ചിന്തയില് ഈശ്വരൻ വ്യാവഹാരിക തലം വരെ മാത്രം നിലനിൽക്കുന്ന ഒരാശയമാണ്. വ്യാവഹാരിക തലം വിട്ടാൽ പിന്നെ ഈശ്വരൻ ഇല്ല. പിന്നെ അവിടെയുള്ളത് ബ്രഹ്മം മാത്രമാണ്. പക്ഷെ സ്വാമി വിവേകാനന്ദൻ പറയുന്നത് ഈശ്വര സാക്ഷാത്കാരമാണ് ജീവിതത്തിന്റെ പരമലക്ഷ്യം. എല്ലാ മതങ്ങളുടെയും പരമലക്ഷ്യം ഈശ്വര സാക്ഷാത്കാരമാണ്, ആത്മീയമാണ്. ആത്മീയത എന്ന് വെച്ചാൽ ഈശ്വര സാക്ഷാത്കാരമാണ് എന്ന് പറയുമ്പോൾ അത് അദ്വൈത വേദാന്തത്തിന് വിരുദ്ധമാണ് എന്ന് പറയേണ്ടി വരും. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ദൗർബല്യമാണ്. ബ്രഹ്മസാക്ഷാത്കാരം നേടിക്കഴിഞ്ഞാലത്തെ അവസ്ഥ എന്താ? ബ്രഹ്മസാക്ഷാത്കാരം നേടിക്കഴിഞ്ഞാൽ സ്വാമി വിവേകാനന്ദൻ പറയുന്നത് എല്ലാ സന്യാസിമാരും കർമ്മച്ചുഴിയിൽ ആണ്ടിറങ്ങണമെന്നാണ്, അല്ലേ? കർമ്മച്ചുഴിയിൽ ആണ്ടിറങ്ങണം, കർമ്മനിരതരായിരിക്കണം. എന്തായിരിക്കണം കർമ്മത്തിന്റെ പരമമായ ലക്ഷ്യം? സമൂഹത്തെ ഉദ്ധരിക്കുക എന്നുള്ളതാണ്. സമൂഹത്തെ ആത്മീയതയിലൂടെ ഉദ്ധരിക്കാനായിട്ട് സന്യാസി കർമ്മനിരതനാകണമെന്ന് വീണ്ടും വീണ്ടും പേർത്തും ആവശ്യപ്പെടുന്നു സ്വാമി വിവേകാനന്ദൻ. അദ്വൈത ദർശനമാണ് അതിൻ്റെ പിറകിൽ വർത്തിക്കുന്നതെങ്കിൽ അതിനേക്കാൾ അപകടകരമായ ഒരു അവസ്ഥ വിശേഷമില്ല. കാരണം ഒരു അദ്വൈത സന്യാസി അല്ല ആരായാലും ബ്രഹ്മത്തെ സാക്ഷാത്കരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ അദ്ദേഹത്തിൻ്റെ തുടർന്നുള്ള ജീവിതം എന്ന് പറയുന്നത്?
തുടർന്ന് വിവേകാനന്ദൻ പറയുന്നത് പോലെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് കഴിയില്ല എന്നതാണ് ഉപനിഷത്തുകളടക്കം നമ്മോട് വിളിച്ചു പറയുന്നത്. ഉപനിഷത്തുകളടക്കം നമ്മോട് പറയുന്നത് ബ്രഹ്മസാക്ഷാത്കാരം നേടിക്കഴിഞ്ഞാൽ പിന്നെ കാണുന്നതെല്ലാം ബ്രഹ്മമയമാണ്. ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഞാൻ പഠിച്ചത് ശ്രീരാമകൃഷ്ണ ഗുരുകുല വിദ്യാമന്ദിരത്തിലാണ്, കർണാടകയിലാണ്. അവിടെ 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഒരു അന്തർയോഗം നടക്കുകയുണ്ടായി. അന്തർയോഗം ഇപ്പോൾ നടക്കാറുണ്ട്. ഞാനതിൽ പങ്കെടുത്തിരുന്നു. അന്ന് അത് നയിച്ചത് 2ാം സ്വാമി വിവേകാനന്ദൻ എന്നറിയപ്പെടുന്ന പ്രസിദ്ധനായ പ്രഗത്ഭനായ പണ്ഡിതൻ സ്വാമി രംഗനാഥാനന്ദജി. നിങ്ങൾ കേട്ടിരിക്കും. നല്ല വാഗ്മിയും പ്രഗത്ഭനായ ചിന്തകനുമാണ് രംഗനാഥാനന്ദജി. അദ്ദേഹമാണ് അന്തർയോഗത്തിൻ്റെ കാർമ്മികത്വം വഹിച്ചത്. അതിൻ്റെ ഒരു അദ്ദേഹവുമായിട്ടുള്ള ഒരു സംവാദത്തിനിടയിൽ ഞാനൊരു ചോദ്യം ചോദിച്ചിരുന്നു. അല്ല സ്വാമിജി, ബ്രഹ്മസാക്ഷാത്കാരം നേടിയ ഒരു സന്യാസി ഇങ്ങനെ നടന്നു വരുന്നു, അപ്പുറത്തു നിന്നൊരു മതയാന മതം പൊട്ടി കടന്നു വരുന്നു, ഓടി വരുന്നു, സന്യാസി എന്തു ചെയ്യും? അത് ഞാൻ ചോദിച്ചു. എന്താ ചെയ്യാന്ന് ഞാൻ പറഞ്ഞ ആവശ്യമില്ലല്ലോ. അദ്ദേഹം പറഞ്ഞത്, എൻ്റെ ഓർമ്മ, അതിൻ്റെ പുറത്ത് പാപ്പാനുണ്ടെങ്കിൽ പാപ്പാൻ പറഞ്ഞത് കേട്ടാൽ മതി എന്നാണ്. പാപ്പാനുണ്ടെങ്കിൽ മതയാനയുടെ പുറത്ത് പാപ്പാനുണ്ടാകുമോയെന്ന് എനിക്കറിയില്ല. ചോദ്യം വളരെ എന്താ പറയുക, കുട്ടിത്തം വിടാത്ത ഒരു ചോദ്യമാണെങ്കിലും ഞാൻ ഇന്നത് പിന്തിരിഞ്ഞ് ചോദ്യം നോക്കുമ്പോൾ അതിൽ കാര്യമുണ്ട്. എന്തു ചെയ്യും? ബ്രഹ്മസാക്ഷാത്കാരം നേടിയ സന്യാസി എന്ത് ചെയ്യും? കാരണം വരുന്നത് മതയാനയല്ല അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം. അതാണ് പ്രശ്നം. വരുന്നത് ബ്രഹ്മമാണ്. താനും ബ്രഹ്മമാണ്, അതും ബ്രഹ്മമാണ്. 2 ബ്രഹ്മങ്ങളാണ് വരുന്നത്. വഴിമാറേണ്ട ആവശ്യമുണ്ടോ? ആവശ്യം ഇല്ല. പക്ഷേ അതല്ല നിത്യജീവിതത്തിൽ സംഭവിക്കുന്നത് എന്ന് നമുക്കറിയാം. ബ്രഹ്മസാക്ഷാത്കാരം നേടിക്കഴിഞ്ഞാൽ പിന്നെ ദ്വൈതമില്ല. അതാണ് ഞാൻ പറയാൻ വിചാരിച്ചത്. അതാണ്. പിന്നെ 2 ഇല്ല, ഒന്നേ ഉള്ളൂ എങ്കിലും പിന്നീടുണ്ടാകുന്ന കർമ്മങ്ങൾക്ക് പ്രസക്തിയില്ല. കർമ്മങ്ങൾ നടക്കണമെങ്കിൽ സന്യാസിമാര്, ബ്രഹ്മസാക്ഷാത്കാരം നേടിയ സന്യാസിമാര് സമൂഹത്തിലേക്ക് ഇറങ്ങി കർമ്മനിരതരാകണം. ജനങ്ങളുടെ ജീവിത ദുരിതങ്ങൾ അകറ്റുന്നതിന് വേണ്ടി, പട്ടിണി അകറ്റുന്നതിന് വേണ്ടി, വിശക്കുന്നവന് ഭക്ഷണം എത്തിക്കുന്നതിന് വേണ്ടി പാടുപെടണം എന്ന് പറയുന്ന സ്വാമി വിവേകാനന്ദൻ്റെ ചിന്തയിൽ എങ്ങനെയാണ് ബ്രഹ്മസാക്ഷാത്കാരം കിട്ടിയ ഒരു സന്യാസി കർമ്മനിരതനാകുന്നത്? ഒരു സന്യാസിക്ക് ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക്, ഇപ്പൊ ഞാൻ ബ്രഹ്മസാക്ഷാത്കാരം നേടിയ ഒരു വ്യക്തിയാണെങ്കിൽ എനിക്ക് ഇവിടെ നിന്ന് എൻ്റെ സീറ്റിലേക്ക് പോകണമെങ്കിൽ എൻ്റെ കാലുകൾ ചലിക്കണം, അല്ലേ? നിങ്ങൾക്ക് ഓരോന്നും അങ്ങനെയാണ്. കാലുകൾ ചലിക്കണം. കാലുകൾ ചലിക്കണമെങ്കിൽ ഇത് ബ്രഹ്മമല്ല, കാലാണെന്ന് എനിക്ക് ബോധമുണ്ടാകണം. ഇത് ബ്രഹ്മമാണെന്ന് ബോധമുണ്ടായ ഞാൻ പിന്നെ എനിക്കത് ചലിക്കാൻ പറ്റില്ല. പറ്റുമോ? പറ്റില്ല. പക്ഷെ അത് കാലാണെന്ന് ബോധമുണ്ടാകണം. കാലിന്റെ ദൗത്യം എന്താണെന്നുള്ള ബോധമുണ്ടാകണം. കാലിന്റെ ദൗത്യം ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് ചലിക്കുക എന്നുള്ളതാണെന്ന് ആ തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ഭക്ഷണം കഴിക്കണമെങ്കിൽ കൈകൊണ്ട് തന്നെ എടുത്ത് കഴിക്കണം, അല്ലെങ്കിൽ ഇത് പിടിക്കണമെങ്കിൽ ഓരോ അവയവത്തിൽ നമ്മുടെ ശരീര അവയവങ്ങളുടെ ഓരോ ധർമ്മം, ആ ധർമ്മം എന്താണെന്ന് തിരിച്ചറിയാത്ത ഒരു അവസ്ഥയിൽ, അല്ലെങ്കിൽ അതെല്ലാം ബ്രഹ്മമയമാണെന്ന് തിരിച്ചറിഞ്ഞ ഒരു അവസ്ഥയിൽ ഈ കാര്യങ്ങൾ നിർവഹിക്കാനായിട്ട് ബ്രഹ്മജ്ഞാനിക്ക് കഴിയുമോ? കഴിയില്ല എന്നാണ് ഇന്ത്യൻ ഉപനിഷത്തുകൾ സാക്ഷ്യപ്പെടുത്തുന്നത്. ഇന്ത്യൻ ഉപനിഷത്തുകൾ അടക്കം സാക്ഷ്യപ്പെടുത്തുന്നത് അങ്ങനെയാണ്.
പക്ഷേ വിവേകാനന്ദ സ്വാമികൾ അങ്ങനെയല്ല പറയുന്നത്. എന്ന് വെച്ചാൽ തൻ്റെ സിദ്ധാന്തം അദ്വൈതപരമാണ് എന്ന് അദ്ദേഹം വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുമ്പോഴും അദ്വൈതപരമല്ല ആ ഘട്ടങ്ങളിൽ, മറിച്ച് ഇത് ദ്വൈതപരമാണ് എന്ന അപകടം അവിടെ കുടിയിരിക്കുന്നു എന്നർത്ഥം. ദ്വൈതിയിലേക്ക് വഴിമാറുന്ന ഒരവസ്ഥ വിശേഷമുണ്ടാകുന്നു. തങ്ങളുടെ നിലപാടിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ട് മറ്റൊരു ദർശനത്തെ ആശ്രയിക്കേണ്ടി വരുന്നു എന്നർത്ഥം. അത് സ്വാഭാവികമായിട്ടും അദ്വൈത ദർശനത്തിന്റെ ബലഹീനതയായിട്ട് കടന്നു വരുന്നു. എല്ലാ കർമ്മങ്ങളും, കർമ്മം ഏതുമായിക്കൊള്ളട്ടെ, ഏത് കർമ്മമായാലും ആ കർമ്മം നിർവഹിക്കപ്പെടണമെങ്കിൽ ദ്വൈതം അത് അനിവാര്യമാണ്. ഞാൻ സംസാരിക്കണമെങ്കിലും അത് കേൾക്കാൻ ആളുണ്ടാവണം, കേൾക്കാൻ വിഷയമുണ്ടാകണം. ഒന്നിൽ കൂടുതൽ ഘടകങ്ങൾ ആവശ്യമാണ്. ഞാൻ മാത്രമുള്ള ഒരു അവസ്ഥയിൽ സംസാരം ഉണ്ടാകുന്നില്ല, സംഭാഷണം ഉണ്ടാകുന്നില്ല, വിനിമയം നടക്കുന്നില്ല. വിനിമയം നടക്കണമെങ്കിൽ മിനിമം 3 ഘടകങ്ങളിൽ വേണം. ദ്വൈതം അനിവാര്യമാണ്. എല്ലാ കർമ്മങ്ങൾക്കും ദ്വൈതം അനിവാര്യമാണ്. അദ്വൈത സാക്ഷാത്കാരം നേടിയ ഒരു വ്യക്തിക്ക് കർമ്മനിരതനാകാൻ സാധിക്കുകയില്ല എന്ന് അത് വളരെ പകൽ വെളിച്ചം പോലെ തെളിയുന്ന ഒരു അവസ്ഥാവിശേഷം നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഒരു വലിയ പ്രശ്നമാണ്. സദാനന്ദൻ്റെ പുസ്തകത്തിൽ വന്ന് നമുക്ക് ഇത് അനുഭവിക്കാൻ സാധിക്കും. കാരണം വിവേകാനന്ദൻ്റെ ദർശനത്തിൻ്റെ വ്യാഖ്യാനമാണ് കടന്നു വരുന്നത്. സ്വാമി വിവേകാനന്ദ ഞാൻ മുമ്പ് സൂചിപ്പിച്ചു, ചാതുർവർണ്ണ്യാധിഷ്ഠിതമായ അവസ്ഥയെ ചാതുർവർണ്ണ്യമയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശഃ എന്നാണ് ഭഗവത്ഗീത പറയുന്നത്. ഗുണകർമ്മങ്ങൾക്ക് അടിസ്ഥാനമായ ഈ സമൂഹത്തെ 3-4 ജാതികളെ വർണ്ണങ്ങളായി ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നു എന്നാണ്. ഈശ്വര സൃഷ്ടമായതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ സ്വാമി വിവേകാനന്ദ അതിനെ തിരസ്കരിക്കാനായിട്ട് തയ്യാറാവാതിരുന്നത്. അദ്ദേഹം തിരസ്കരിക്കാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല, ത്രിഗുണ സിദ്ധാന്തം എന്ന് പറയുന്ന സിദ്ധാന്തത്തെ കൂടി അതിനോട് കൂട്ടിച്ചേർത്തുകൊണ്ട് പ്രകൃതിദത്തമായ, അങ്ങനെയാണ് അദ്ദേഹം ഗ്രന്ഥത്തിൽ അങ്ങനെ തന്നെയാണ് ഉപയോഗിച്ചത്, പ്രകൃതിദത്തമായ, പ്രകൃതിദത്തം എന്ന് വെച്ചാൽ ലഭ്യമായ, ജന്മന ലഭ്യമായ എന്നാണ് അർത്ഥം. അപ്പൊ ജന്മസിദ്ധമായിട്ടുള്ള 3 ഗുണങ്ങൾ, സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം, ഈ ഗുണങ്ങളുടെ ഏറ്റക്കുറച്ചിലാണ് ഈ വ്യത്യസ്ത വർണ്ണങ്ങളുടെ അടിസ്ഥാനം എന്ന് ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നതിനെ കുറെ കൂടി ആധികാരികമായി ഉറപ്പിക്കുകയാണ് സ്വാമി വിവേകാനന്ദൻ ചെയ്തിരിക്കുന്നത്. ജീവിത ദുരിതങ്ങളെ ഒരുപാട് അദ്ദേഹം പ്രകീർത്തിക്കുന്നുണ്ട്, ഒരുപാട് നമ്മോട് പറയുന്നുണ്ട്. പക്ഷേ ഇത്രയും കലാപകാരിയായ ഒരു സന്യാസിയെ നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയും. അത്രമാത്രം രൂക്ഷമായി പട്ടിണിയെ, വിശപ്പിനെതിരായിട്ട് ശബ്ദിച്ച ഒരു സന്യാസി, എല്ലാം ത്യജിച്ചുകൊണ്ട് സ്വന്തമായി ഒന്നുമില്ലാതെ സഞ്ചരിക്കേണ്ട ഒരു സന്യാസി. ആ സന്യാസി ജനങ്ങളുടെ ദുരിതമകറ്റുന്നതിന് വേണ്ടി, വിശപ്പകറ്റുന്നതിന് വേണ്ടി, ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയാണ്. അത്രമാത്രം ക്രൂരമായിരുന്നു, പൈശാചികമായിരുന്നു സാമൂഹ്യ വ്യവസ്ഥിതി എന്ന് പറയുന്നത്. ആ സാമൂഹ്യ വ്യവസ്ഥിതിയിലെ അത്തരം ദുർനടപടികളെ, മനുഷ്യവിരുദ്ധമായ ആ ആശയങ്ങളെ ഉന്മൂലനം ചെയ്യണമെന്ന് ആവശ്യപ്പെടുമ്പോൾ പോലും അതിനൊക്കെ കാരണം ആയിട്ടുള്ള ചാതുർവർണ്ണ വ്യവസ്ഥിതിയായാലും പുരോഹിത മേധാവിത്വമായാലും അതല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ ഭരണമടക്കമുള്ള ഒരുപാട് ഘടകങ്ങൾ അക്കാലത്തുണ്ട്. സുധാനന്ദൻ അതൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട് തൻ്റെ ഗ്രന്ഥത്തിൽ. ബ്രിട്ടീഷുകാരുടെ ക്രൂരമായ പൈശാചികമായ നികുതി പിരിവ് അതുമാതിരിയുള്ള മറ്റ് കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെയുള്ള നിലപാടുകൾ എടുത്ത ബ്രിട്ടീഷ് ഭരണത്തെ കെട്ടുകെട്ടിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ദുരിത ശമനത്തിന് ഏറ്റവും അടിയന്തരമായി ഏറ്റെടുക്കേണ്ടത് എന്ന് പറയാൻ സ്വാമി വിവേകാനന്ദന് കഴിഞ്ഞില്ല. അതൊരു പ്രശ്നമാണ്. മറ്റൊരു പ്രശ്നം ഹിന്ദുമതത്തിൻ്റെ മഹത്വവൽക്കരണം. ഹിന്ദുമതം എന്ന് പറയുമ്പോൾ ഇന്നത്തെ ഹിന്ദുത്വമോ അല്ലെങ്കിൽ ഇന്നത്തെ ഹിന്ദുമതമൊന്നും അല്ല അദ്ദേഹം ലക്ഷ്യമാക്കുന്നത് എന്ന് ഗ്രന്ഥകാരൻ വളരെ വിശദമായി വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ആകത്തുക എന്ന് പറയുന്നത് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഹിന്ദുത്വം എന്ന സങ്കല്പത്തെ ശക്തി പകരുന്നതാണ്. ആ മതത്തെ എല്ലാ മതങ്ങളും തുല്യമാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഹിന്ദു എന്നുള്ള മതം അത്
തൻ്റെ ആശയങ്ങളെ ഒരുപാട് ഉൾക്കൊള്ളുന്നതാണ് എന്ന് പലയിടത്തും അദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ട്. അങ്ങനെ ഒരിടത്ത് പറയുമ്പോൾ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഹിന്ദു എന്ന പദം ഇന്ത്യൻ അല്ല എന്ന് സ്വാമി വിവേകാനന്ദൻ പറയുന്നുണ്ട്. അത് പേർഷ്യക്കാരുടെ ഭാഷാപരമായ പ്രശ്നമാണ്. സിന്ധു നദിക്ക് ഹിന്ദു നദി എന്ന് അവർ വിളിച്ചത് കൊണ്ട് ഹിന്ദുക്കൾ ആ തീരത്ത് താമസിക്കുന്നവർ എന്ന അർത്ഥത്തിലാണ് അത് ഉപയോഗിച്ചത്. അങ്ങനെയാണ് ഈ പദം രൂപപ്പെടുന്നത് എന്ന് അടക്കം വിശദീകരിക്കുന്ന സ്വാമി വിവേകാനന്ദൻ. പക്ഷേ ബ്രിട്ടീഷുകാരുടെ വരവോടുകൂടി ഹിന്ദു മതം എന്ന് പറയുന്ന ഒരു പുതിയ മതം രൂപപ്പെടുകയും അത് ആ സങ്കല്പത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആ മതത്തിൽപ്പെട്ടവര് മറ്റു മതത്തിൽപ്പെട്ടവരെക്കാൾ കൂടുതൽ ഉദാരമനസ്കരായിരുന്നു എന്ന് വരുത്തി തീർക്കാൻ പലയിടത്തും ശ്രമിച്ചിട്ടുണ്ട്. അത്തരം പ്രശ്നങ്ങളും ഇവിടെ ഈ പുസ്തകത്തിലും കടന്നു വരുന്നുണ്ട്. സിദ്ധാന്തവും പ്രയോഗവും അതൊരു വലിയ പ്രശ്നമാണ്. മറ്റൊരു വലിയ പ്രശ്നം, ഒന്നുമില്ലാത്തവനായിരിക്കണം, സ്വാർത്ഥത വെടിഞ്ഞവനായിരിക്കണം, സന്യാസി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും സ്വാമി വിവേകാനന്ദ തന്നെ അത് ഒരു പരിധിവരെ അദ്ദേഹത്തിന് പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അദ്ദേഹം സ്ഥാപിച്ച ശ്രീരാമകൃഷ്ണ മിഷൻ അടക്കമുള്ള സന്യാസി സമൂഹത്തിന് അത് എത്രമാത്രം പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് വലിയൊരു ചോദ്യം നമ്മുടെ മുമ്പിലുണ്ട്. കൽക്കട്ടയിലെ സ്വാമി വിവേകാനന്ദൻ്റെ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന മുറി അടക്കം ഇന്ന് സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ബേലൂർ മഠത്തിൽ നിങ്ങൾക്ക് പോയാൽ കാണാനായിട്ട് കഴിയും. സ്വാമി വിവേകാനന്ദൻ കിടന്ന കട്ടില്, ബെഡ്, ആ മുഴുവൻ സംവിധാനങ്ങളും സുരക്ഷിതമായി വച്ചിട്ടുണ്ട്. അത് കാണുന്ന നമുക്ക് അത്ര ത്യാഗിയായിരുന്നു സ്വാമി വിവേകാനന്ദൻ എന്ന് പറയാനായിട്ട് കഴിയില്ല എന്നാണ് എൻ്റെ വിമർശനം. കാരണം ഞാനത് കണ്ട ഒരു വ്യക്തിയായതുകൊണ്ട് ആണ് സൂചിപ്പിക്കുന്നത്. 2002 അല്ലേ, 2002 കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് പേടിയാണ്. കാരണം എപ്പോഴാണ് പത്രിക വരിക എന്ന് നമുക്കറിയില്ല. 2002 ഗുജറാത്തിൽ ഒരു ജനവിഭാഗം മുഴുവനും ഉന്മൂലനം ചെയ്യപ്പെട്ടൊരവസ്ഥ വിശേഷമുണ്ടായി നമുക്കറിയാം. മുസ്ലിം എന്ന് പറയുന്ന ജനവിഭാഗത്തെ മണ്ണിൽ നിന്നും ഇല്ലാതാക്കാനായിട്ടുള്ള അതിശക്തമായ ഇടപെടൽ നടത്തിയ ഭരണകൂടം നടത്തിയ ആ വേട്ടയാടൽ നമ്മുടെ മുമ്പിലുണ്ട്. അത് കഴിഞ്ഞിട്ട് കുറേ കാലം കഴിഞ്ഞപ്പോൾ ഞാൻ നിങ്ങളുടെ സർവകലാശാലയിൽ തത്വമയാനന്ദ സ്വാമി, നിങ്ങൾ കേട്ടിരിക്കും, തത്വമയാനന്ദ സ്വാമികൾ കർണാടക ആശ്രമത്തിലും പൂകുന്നം ആശ്രമത്തിലൊക്കെ അധ്യക്ഷനായിരുന്നു അദ്ദേഹം യൂണിവേഴ്സിറ്റിയിൽ ഞങ്ങൾ ക്ഷണിച്ച് അദ്ദേഹത്തെ വരുത്തിയിരുന്നു. അദ്ദേഹമായിട്ടുള്ളൊരു സംഭാഷണത്തിൽ ഞാൻ ചോദിച്ചു, സ്വാമിജി, ഈ എല്ലാ മനുഷ്യരും തുല്യരാണെന്നല്ലേ ശ്രീകൃഷ്ണ മിഷൻ്റെ പരമമായ ലക്ഷ്യം? ജാതിമത ഭേദമന്യേ എല്ലാവരും തുല്യരായി കാണുന്നതല്ലേ ആ പ്രസ്ഥാനം? ഗുജറാത്തിൽ അടുത്ത കാലത്ത് നടന്ന മൃഗീയമായ ഈ മനുഷ്യ വേട്ടയിൽ എന്തുകൊണ്ടാണ് ശ്രീരാമകൃഷ്ണ മിഷൻ അധികാരികൾ പ്രതികരിക്കാതിരുന്നത്? ഇന്നും പ്രതികരിച്ചിട്ടില്ല, നമുക്കറിയാം. എന്തുകൊണ്ടാണ് മനുഷ്യ നന്മയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ജാതി മത ലിംഗഭേദമന്യേ എല്ലാവരും ഈശ്വരതുല്യരാണ്, ഈശ്വരന്മാരാണ്, ഈശ്വരതുല്യരല്ല, ഈശ്വരന്മാരാണ്, മനുഷ്യർ മാത്രമല്ല സകല ചരാചരങ്ങളും ഈശ്വരന്മാരാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു പ്രസ്ഥാനം. ആ പ്രസ്ഥാനം എന്തുകൊണ്ടാണ് ഒരു പ്രത്യേക ജാതിക്കെതിരായിട്ട് മറ്റൊരു പ്രത്യേക ജാതിക്കാര് ഉന്മൂലന സിദ്ധാന്തം പ്രാവർത്തികമാക്കിയപ്പോൾ, പ്രയോഗിച്ചപ്പോൾ നിശബ്ദരായിരുന്നത് എന്തുകൊണ്ടാണ്? അന്ന് മാത്രമല്ല, മണിപ്പൂർ അടക്കമുള്ള പുതിയ വർത്തമാനകാല ഇന്ത്യയിൽ ജാതിയുടെ പേരിൽ, മതത്തിന്റെ പേരിൽ ഒരു വിഭാഗം വേട്ടയാടപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരെയും നന്മയെ മുന്നിൽ കാണുന്ന ഒരു പ്രസ്ഥാനം എന്തുകൊണ്ടാണ് മൗനമായിരിക്കുന്നത് എന്ന ചോദ്യം അന്നും ഇന്നും പ്രസക്തമാണ്. അന്ന് ചോദിച്ചപ്പോൾ സ്വാമിജി പറഞ്ഞത്, അത് എന്നോട് ചോദിക്കേണ്ട പ്രശ്നമല്ല, നിങ്ങൾ ബേലൂർ മഠത്തിൽ പോയി ചോദിക്കണമെന്നാണ്. സ്വാമി വിവേകാനന്ദ ദർശനത്തിൻ്റെ പ്രായോഗികതയുടെ മറ്റൊരു ഒരു പ്രശ്നമാണ് ഇത്. ഇത് 21-ാം നൂറ്റാണ്ട്, പുതിയ AI നൂറ്റാണ്ട് അല്ലേ, നമ്മൾ ജീവിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലത്താണ്.
ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ അത്ഭുതകരമായ വളർച്ചയുടെ കാലഘട്ടമാണ്. അതിൻ്റെ ഫലമായിട്ട് മൺമറഞ്ഞു പോയവരടക്കം ഇന്ന് ജീവനോടെ സംസാരിക്കുന്ന ഒരുപാട് ചിത്രങ്ങൾ ഞാൻ തന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നൂറുകണക്കിന് ആളുകളാണ് അത് കണ്ടത്. മൺമറഞ്ഞു പോയ വെറുതെ ഒരു പ്രതിമ കാണിച്ചിട്ട് ആ പ്രതിമ സംസാരിക്കുന്നു, മനുഷ്യരായി രൂപാന്തരപ്പെടുന്ന അത്ഭുതകരമായ വിദ്യ. അങ്ങനെ ഒരുപാട് സമയം കുറെ ആവണല്ലേ, അത്ഭുതകരമായ മാറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ഈ കാലഘട്ടത്തിൽ. 20-ാം നൂറ്റാണ്ട് അല്ലേ, 20-ാം നൂറ്റാണ്ടിലാണ് സ്വാമി വിവേകാനന്ദൻ ജീവിച്ചിരുന്നത്. അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന സത്യയുഗം, ബ്രാഹ്മണാധിപത്യം, ഇതൊക്കെ യുക്തിയെ പരിഹസിക്കുന്നതാണ്. അങ്ങനെ യുക്തിയെ പരിഹസിക്കുന്ന അത്തരം ആശയങ്ങളെ അടക്കം തൻ്റെ ദർശനത്തിലേക്ക് കൂട്ടിച്ചേർക്കാനായിട്ട് ഒരു വൈമുഖ്യവും ഇന്ത്യൻ പാരമ്പര്യത്തെ അതിനെ ഉദാത്തമാക്കുന്ന ശ്രമത്തിൻ്റെ ഭാഗമായി അദ്ദേഹം സ്വീകരിക്കുന്നു എന്നുള്ളത് അങ്ങനെ നിരവധി സമയത്തിൻ്റെ പ്രശ്നം കാണുന്നത് കൊണ്ട് കൂടുതൽ വിശദീകരിക്കുന്നില്ല. അങ്ങനെ പുതിയ കാലത്തിന് പറ്റാത്ത നിരവധി ഘടകങ്ങൾ, യുക്തിവിരുദ്ധമായ ശാസ്ത്രവിരുദ്ധമായ ആശയങ്ങളടക്കം സ്വാമി വിവേകാനന്ദ ദർശനത്തിൽ വർത്തിക്കുന്നുണ്ട്. അപ്പോൾ പുതിയ കാലത്തിനനുസരിച്ച് അവയെ പേർത്തും ചികഞ്ഞെടുക്കുമ്പോൾ, വിശദീകരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് അവധാനത പുലർത്തേണ്ടതുണ്ട്. പക്ഷേ സ്വാമി വിവേകാനന്ദനെ കേന്ദ്രീകരിക്കുന്നത് കൊണ്ട് സദാനന്ദന് അതിലേക്ക് അങ്ങനെ ശ്രദ്ധിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കിലും ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ വർത്തമാനകാല പരിതോവസ്ഥയിൽ മനുഷ്യനെ ജാതീയമായി, മതപരമായി, അവൻ്റെ ഭക്ഷണക്രമത്തെ പോലും നിയന്ത്രിച്ചുകൊണ്ട് ഒരു വിഭാഗം അധികാരികൾ, ഭരണ നിപുണന്മാര് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അത്തരം ചിന്തകൾക്കെതിരെ ശക്തമായ പ്രതിരോധ നിര കെട്ടിപ്പടുക്കുവാനായിട്ട് വിവേകാനന്ദ സ്വാമികളുടെ ചിന്തകളെ തന്നെ പ്രയോഗിക്കുക എന്ന ദൗത്യം, ആ ദൗത്യമാണ് സദാനന്ദൻ സഫലമാക്കാനായിട്ട് പരിശ്രമിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഒരുപാട് വായിക്കപ്പെടേണ്ട പുസ്തകമാണ് വിവേകാനന്ദൻ സർഗാത്മക സന്യാസത്തിൻ്റെ ശില്പി എന്ന പുസ്തകം. ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല, നിർത്തുകയാണ്. ഒരു സജഷനുണ്ട് സദാനന്ദനോട്. സന്യാസം എന്ന ഇതിൽ പ്രിന്റ് ചെയ്തിരിക്കുന്നത് അത് തെറ്റാണ് എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ശരിയല്ല. സന്യാസം എന്നുള്ളതിന് പൂജ്യം ന്യാസം എന്നല്ല എഴുതേണ്ടത്, 2 ന്യാന്നാണ് എഴുതേണ്ടത് എന്നാണ്. ഈ സം ഇംഗ്ലീഷ് വന്നവിടെ സം എന്നുള്ള കുറച്ച് സംന്യാസം അങ്ങനെ വന്നപ്പോൾ എനിക്കിത് വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടി. കാരണം ഞാൻ പരിചയിച്ച സന്യാസമല്ലല്ലോ ഈ സംന്യാസം. അപ്പോൾ ഒന്ന് റീതിങ്ക് ചെയ്യുന്നത് നല്ലതാണ് എന്ന് എനിക്ക് തോന്നുന്നു. സന്യാസമാണ് ശരി, 2 ന്യായാണ് ശരി, മറ്റത് തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. കാരണം ഏത് തന്നാലും നമ്മൾ ഭദ്രമായിട്ട് അതിനെ ന്യായീകരിച്ച് തരാനുള്ള സാഹചര്യം ഉള്ളത് കൊണ്ട് സംന്യാസം തെറ്റാണെന്ന് പറയുന്നില്ല, പക്ഷെ ശരിയല്ല, അത് തിരുത്തിയാൽ നല്ലതാണ് എന്നൊരു അഭിപ്രായം കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. കൂടുതൽ ശക്തമായ ഇടപെടൽ നടത്താൻ സദാനന്ദന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.